ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ആരാച്ചാർ. കെ.ആർ. മീരയുടെ നോവലിന്റെ നാടകരൂപം. റേഡിയോ രൂപം അനിൽ ജനാർദ്ദനൻ. ശബ്ദം നൽകുന്നവർ ലാൽ, ഗോവിന്ദ് പത്മസൂര്യ, എസ് ദേവി, സി.ആർ. ആനന്ദവല്ലി, സോന നായർ, പ്രേംകുമാർ, കൊല്ലം തുളസി, ശരത്, ആർ.സി. ഗോപാൽ, മീന നെവിൽ, അടൂർ ആശാദേവി, പള്ളിപ്പുറം ജയകുമാർ, തൃപ്പാദപുരം രവി. സംഗീതം ബി.ആർ. ബിജുറാം. സംവിധാനം എൻ. വാസുദേവ്. പണിത യതീന്ദ്ര ബാനർജിയുടെ ദയാഹർജി ഗവർണർ തള്ളി. അയാളെ തീർച്ചയായും തൂക്കിക്കൊല്ലും. മൃഗമേ, മനുഷ്യനായ വകതിരിവ് വേണോടാ. എനിക്കാണോ വകതിരിവില്ലാത്തത്, അതോ സർക്കാരിനോ? യതീന്ദ്ര ബാനർജിയുടെ കഴുത്തിൽ തൂക്കുകയർ ഉറപ്പായെന്നാ ഞാൻ പറഞ്ഞത്. 10-12 കൊല്ലം കൂടി ഒരു ജോലി കിട്ടിയപ്പോ അത് വന്ന് പറഞ്ഞതാണോ വലിയ കുറ്റം? ബുദ്ധിയില്ലാത്ത പൊട്ടൻ. സത്യത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഞരമ്പുകളാൽ കൂട്ടിക്കെട്ടിക്കിടക്കുകയായിരുന്നു ഞാൻ. ഡോക്ടർമാർ അമ്മയുടെ വയറു കീറിയാണ് എന്നെ പുറത്തെടുത്തത്. ഭ്രൂണാവസ്ഥയിൽ പോലും ഞാൻ ഉണ്ടാക്കിയത് ലക്ഷണമൊത്തൊരു കുടുക്ക് തന്നെയായിരുന്നുവെന്ന് 100 വയസ്സ് പിന്നിട്ട് എന്റെ അച്ഛമ്മ എന്ന ധാക്കൂമ വീമ്പിളക്കുമ്പോൾ എന്റെ അമ്മ വഴക്കിന് തുടക്കമിട്ടു. തന്തയ്ക്ക് പറഞ്ഞതല്ലേ, അവളത് സ്വന്തം കഴുത്ത് തന്നെ ഇടുകയും ചെയ്തു. എടി കഴുതേ, ഗൃഥാമല്ലിക്കിന്റെ വില എന്താണെന്ന് നീ ഈ നാട്ടിലെ സർക്കാരിനോട് പോയി ചോദിക്കേ. വില എന്താന്ന് സോനാഗാച്ചിയിലെ മറ്റോളുമാരോടാണ് പോയി ചോദിക്കേണ്ടത്. അവളുമാരൊന്നും പോരാഞ്ഞിട്ടാണല്ലോ വയസ്സുകാലത്ത് ഞാൻ ഈ ഭാരം ചുമക്കേണ്ടി വന്നത്. വർഷം മുൻപ് ഒരു പരമ്പര കൊലയാളിയെ തൂക്കിലേറ്റി തിരിച്ചു വന്ന ദിവസം ഫണിഭൂഷൺ ഘൃത്താമല്ലിക് എന്ന എന്റെ അച്ഛൻ ചേതന ഘൃത്താമല്ലിക് എന്ന എന്നെ ജനിപ്പിച്ച കഥയാണ് അമ്മ സൂചിപ്പിച്ചത്. അച്ഛനെന്ന് 65 വയസ്സായിരുന്നു, അമ്മയ്ക്ക് 44. അതിനുശേഷം അച്ഛന് 2-3 തവണ കൂടിയേ ആരാച്ചാരുടെ ജോലി ലഭിച്ചുള്ളൂ. എന്നിട്ടും 5 വയസ്സ് തികയും മുമ്പ് തന്നെ കയറിൽ കുടുക്കിടുന്ന വിധം ഞാൻ കണ്ടു പഠിച്ചു. നിങ്ങളെന്തിനാ ചായ കുടിക്കാതെ ദുഃഖിച്ച് തലതാഴ്ത്തിയിരിക്കുന്നത്? മരണം അതൊരു നിത്യസത്യമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ പോയി അല്ലേ? നോക്ക്, 451 പേരെ തൂക്കിക്കൊന്ന ആരാച്ചാരെന്ന നിലയിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക. മരണം ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. 1-2 അല്ല, 451 പേര് തൂക്കിലേറ്റിയ ആരാച്ചാരാണ് ഈ ഫണിഭൂഷൺ ഘൃത്താമല്ലിക്. ചെയ്തു. അമ്മയെവിടെ? ചായക്കടയില, തിരക്കൊഴിഞ്ഞിട്ടില്ല. രാത്രിയും രാവിലെയുമായി ഒരുപാട് ശവവണ്ടികൾ പോകുന്നുണ്ട്. ശ്മശാനത്തിൽ ആകെ തിരക്കായിരിക്കും. ഈ സ്ട്രാൻഡ് റോഡിൽ വണ്ടികൾ പോകാതിരിക്കണമെങ്കിൽ മരണങ്ങൾ നിലയ്ക്കണം. എന്റെ ഈ 22 വർഷത്തെ ഓർമ്മയിൽ ഈ വഴിയിൽ ശവവണ്ടികൾ ഒഴിഞ്ഞിട്ടേയില്ല. ഇവിടെ ആരുമില്ലേ? ആരാ ചെയ്തു അത്? വല്ല പത്രലേഖകരുമായിരിക്കും. അതെ അതെ, അത്
ആനന്ദ് ബസാർ പത്രികയുടെ പ്രാദേശിക ലേഖകൻ നരേന്ദ്ര ചൌധരി രാമുദ. ചേതന, അച്ഛനില്ലേ ഇവിടെ? അച്ഛനെ ജയിലിൽ നിന്ന് വിളിപ്പിച്ചു. ഓ, ഇനി അയാൾക്ക് തിരക്കായി അല്ലേ? എന്നെ മനസ്സിലായോ? ചേതന +2 പാസ്സായപ്പോ ആരാച്ചാരുടെ മകൾക്ക് +2 ഹൈ ഡിസ്റ്റിങ്ഷൻ എന്ന തലക്കെട്ടോടെ വാർത്ത കൊടുത്തത് ഞാനാണ്. ഓർമ്മയുണ്ടോ? ഉണ്ട്, ഓർമ്മയുണ്ട്. പിന്നെ പഠിത്തം തുടർന്നില്ല അല്ലേ? പ്രസിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എവിടെയും പോകുന്നില്ല സർ. എങ്കിൽ ശരി, ഞാൻ പിന്നീട് വരാം. ശ്രീമാരുതി പ്രസിൽ ഞാൻ 2 ആഴ്ചയെ ജോലി ചെയ്തുള്ളൂ. ഒരു ദിവസം പ്രസ്സിലിരുന്ന് ജോഡി തോർ ഡാക്ഷനെ കേവുന ആഷേ തോബെ ഏക്ല ചലോരെ എന്ന വരികളുടെ തെറ്റ് തിരുത്തുമ്പോൾ പിന്നിൽ നിന്ന് 2 കരങ്ങൾ എന്റെ മാറിടങ്ങളിലേക്ക് പടർന്നു. രൂക്ഷമായ പാൻനാറ്റവും വിയർപ്പുനാറ്റവും മൂക്ക് തുളച്ചതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ അത് മാരുതി പ്രസാദ് യാദവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദുപ്പട്ട സാവധാനം മാറിൽ നിന്നെടുത്ത് കണ്ണിമ വെട്ടു മുൻപേ ഒരു കുടുക്കുണ്ടാക്കി. ചിരിച്ചുകൊണ്ട് വരണമാല്യം പോലെ അയാളുടെ കഴുത്തിൽ അണിയിച്ചു. അയാൾ എന്നെ ചേർത്ത് പിടിക്കും മുൻപേ ഞാൻ ആ കുടുക്ക് വലിച്ചു മുറുക്കി. ദുപ്പട്ടയുടെ മറ്റേ അറ്റം ജനലഴികളിലൂടെ കടത്തി ശക്തിയായി വലിച്ചു. അയാളുടെ വാ പിളർന്നു, കണ്ണുകൾ പുറത്തു ചാടി, നാവിൽ നിന്നും ചോര ഒഴുകി. അയാൾ ശക്തിയോടെ കുതറി. ഞാൻ സാവധാനം പിടിയയച്ചു. അയാൾ കിതച്ചുകൊണ്ട് താഴേക്കു വീണു. വീട്ടിലെത്തിയപ്പോ അച്ഛൻ എന്നോട് ചോദിച്ചു, ചേതന, നീ എങ്ങനെയാണ് കുടുക്കുണ്ടാക്കിയത്? ഈ ദുപ്പട്ട കൊണ്ട് കുടുക്കുണ്ടാക്കി. ദേ ഇതേപോലെ അയാളുടെ കഴുത്തിലിട്ടു. ഇനി അച്ഛൻ ആ അറ്റത്തൊന്ന് പിടിച്ച് വലിച്ചേ. വലിക്കൂ. യാദവിന്റെ നാക്ക് പുറത്ത് ചാടി അല്ലേ? കഴുത്തിന്റെ ഇവിടെയാണ് കുടുക്കിന്റെ സ്ഥാനം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പുലി ശ്വാസം മുട്ടിപ്പിടഞ്ഞ് തുള്ളിയേ ചാവൂ. അത് ആരാച്ചാർക്ക് നാണക്കേടാണ്. ചെയ്തു, നീ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ പ്രസ്സിൽ ജോലിക്ക് പോയതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അവന്മാരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. ആരാച്ചാരുടെ മകൾക്ക് ജോലി കൊടുക്കാൻ നിയമമില്ലെന്ന്. ഈ ഘൃതാമല്ലിക്കിനോടാ കളി. എനിക്ക് ഈ പാപം ചെയ്തു മടുത്തു. ഞാൻ ഒരു കലാകാരനാണ്. തൂക്കിക്കൊല അത് പിന്നെ സർക്കാരിന്റെ കാര്യമാ, നമ്മുടെ കുലത്തൊഴിലാ. 20,000 രൂപയും എന്റെ മോൾക്കൊരു ജോലിയും ബടാ ഡിമാൻഡാണെങ്കിൽ മറ്റാരെങ്കിലും കണ്ടുപിടിക്കട്ടെ. എനിക്ക് 88 വയസ്സായി. ഇന്ന് ഞാൻ വീണുപോയ ഈ കുടുംബത്തിന്റെ ഭാരം താങ്ങാൻ ഇനിയുള്ളത് എന്റെ മോള് മാത്രമാണ്. ചാതു പറഞ്ഞ വ്യവസ്ഥ പോലും പിന്നീടാണുണ്ടായത്. ഭാരതമാകുന്നതിനും കൊൽക്കത്ത ഹൂഗ്ലിയുടെ തീരത്തെ ചതുപ്പിനും വനത്തിനുമിടയിലെ 3 ചെറിയ ഗ്രാമങ്ങളിൽ നിന്നും കൊൽക്കത്തയാകുന്നതിനു മുമ്പേ രാജ്യത്ത് അധികാരവും കുറ്റകൃത്യവും വധശിക്ഷയും ഉണ്ടായിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ ആരാച്ചാരുടെ പേര് രാധാരമൺ മല്ലിക് എന്നായിരുന്നു അല്ലേ ധാക്കുമ? അദ്ദേഹം കൊട്ടാരം വൈദ്യനായിരുന്നു. ആ വലിയ പിതാമഹൻ ജ്വരചികിത്സയ്ക്കെത്തിയ ഒരു സ്ത്രീയെ കണ്ട് പ്രേമവിവശനായി. രാജ്യത്തെ യഥാർത്ഥ കിരീടാവകാശിയുടെ പ്രേമഭാജനമായിരുന്നു ആ സ്ത്രീ. ചിന്മയി ദേവി എന്ന ആ സ്ത്രീക്ക് വേണ്ടി പിതാമഹൻ ആരാച്ചാരായി തീർന്നു. ഞാൻ കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുള്ളതൊന്നും നീ മറന്നിട്ടില്ല. കുട്ടിക്കാലത്ത് ധാക്കുമ പറഞ്ഞു തന്നിരുന്ന കഥകളത്രയും പലതരം മരണങ്ങളെക്കുറിച്ചായിരുന്നു. ഭൂമിയിൽ മരണത്തെക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിന് മാത്രമേ ഉള്ളൂ. തൂക്കിക്കൊല ഒരിക്കലും നികൃഷ്ടമായി കാണരുത് മോളെ. അത് നമ്മുടെ തൊഴിലാണ്. നമ്മൾ കൊല്ലുന്നത് നീതിക്ക് വേണ്ടിയാണ്. രാധാരമൺ പിതാമഹൻ വൈദ്യനായിരുന്നപ്പോൾ സേനാനായകന്റെ ജീവൻ രക്ഷിച്ചു.
ആരാച്ചാരായപ്പോൾ അയാളെ കൊന്നു. തന്റെ മുമ്പിലെത്തുന്ന ശത്രുവിനെയും ചികിത്സിച്ച് ഭേദമാക്കുകയാണ് വൈദ്യന്റെ ജോലി. തെറ്റ് ചെയ്താൽ സ്വന്തം മകനായാലും വധിക്കുകയാണ് ആരാച്ചാരുടെ ജോലി. ഒരു ജോലിയും മോശമല്ല, പാപവുമല്ല. ആരാച്ചാരാവാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല. മനസ്സിൽ ഉറപ്പ് വേണം, കൈക്കരുത്തും തലയിൽ മൂളയും വേണം. കൊല്ലാനെന്തിനാ ധാക്കുമ്മ മൂള? അതൊരു നിസ്സാര കാര്യമാണോ? ഒറ്റ നോട്ടത്തിൽ പ്രതിയുടെ തൂക്കം കണക്കാക്കണം, പിന്നെ തൊണ്ടക്കുഴി അളക്കണം. അതെന്തിനാ? തൊണ്ടക്കുഴിയിലാണ് മോളെ ജീവൻ. മനുഷ്യർ പലതരമാണ്. ചിലരുടെ തൊണ്ടക്കുഴിയിലെ എല്ലുകൾക്ക് നല്ല ബലമായിരിക്കും, പെട്ടെന്നൊടിയില്ല. അപ്പോൾ കുടുക്ക് അതനുസരിച്ചിടണം. തൂക്കിക്കൊലകളുടെ കഥകൾ പറയുമ്പോഴൊക്കെ ധാക്കുമായുടെ കൈകൾ വാക്കുകൾക്കൊപ്പം സാങ്കല്പികമായൊരു കയറിൽ കുടുക്കിടുകയും അഴിക്കുകയും ചെയ്തു. അത് ഞങ്ങൾ മല്ലിക്കുമാരുടെ കുടുംബത്തിലെ എല്ലാ സ്ത്രീകളുടെയും ശീലമായിരുന്നു. അവർ സംസാരിക്കുമ്പോഴൊക്കെ സാരിയാവട്ടെ ദുപ്പട്ടയാവട്ടെ വസ്ത്രത്തിന്റെ തലപ്പുകൊണ്ട് കുടുക്കുകൾ ഉണ്ടാക്കി അഴിച്ചു. അത് ഞങ്ങൾക്ക് മാനസികമായൊരാവശ്യമായിരുന്നു. 12 വർഷത്തിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി നടത്തുന്ന തൂക്കിക്കൊലയാണ് യതീന്ദ്രനാഥ് ബാനർജിയുടേത്. പക്ഷേ താൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ജോലി ചെയ്യാൻ തയ്യാറല്ലെന്ന് ആരാച്ചാരായ ഫണിഭൂഷൺ ഖിർദ മല്ലിക് വ്യക്തമാക്കിയതോടെ യതീന്ദ്രനാഥിന്റെ തൂക്കിക്കൊല വിവാദമാവുകയാണ്. ഇതേക്കുറിച്ച് ഫണിഭൂഷൺ ഖിർദ മല്ലിക് പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. ചെയ്തു ടിവിയിൽ അച്ഛന്റെ പ്രോഗ്രാം. 1982 ജബ്ബാർ സിംഗിനെ തൂക്കാൻ തീരുമാനിച്ച സമയത്ത് അവരെനിക്ക് എഴുതി തന്നതാണ് എന്റെ മക്കൾക്ക് സർക്കാർ ജോലി. പക്ഷേ എന്റെ മകൻ രാംദേവ് ഖിർദ മല്ലിക്കിന് ഒരു അപകടം സംഭവിച്ചു. അവൻ എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? നാടിനു വേണ്ടി ഞാനും എന്റെ കുടുംബവും ജീവിതം ബലിയർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന് എന്നോടൊരു കടപ്പാടില്ലേ? തൂക്കിക്കൊലയെന്ന് വെച്ചാൽ പിക്നിക്കിന് പോകുന്ന പോലെയാണെന്നാണോ? നമ്മൾ കയറിടുന്നത് കോഴിയുടെയോ പാമ്പിന്റെയോ കഴുത്തിനല്ല. എനിക്കും ഒരു കുടുംബമുണ്ട്. ഞാൻ തൂക്കിക്കൊല്ലേണ്ട പ്രതിക്ക് എന്റെ മകനാകാനുള്ള പ്രായം പോലുമില്ല. അവന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 451 പേരെ എന്റെ ഈ കൈകൊണ്ട് തൂക്കിലേറ്റിയിട്ടുണ്ട്. 451 പേരിൽ ഒരുത്തം പോലും മരണമെന്ന് വെച്ചാൽ എന്താണെന്നോ അത് കഴിഞ്ഞാൽ എന്താണെന്നോ പറഞ്ഞു തരാൻ തിരിച്ചു വന്നിട്ടില്ല. ഞാനും മരിച്ചെങ്കിൽ ചെന്നാൽ ഈ 451 പേരെന്നെ കാത്തു നിൽക്കുവോ? അത് പറഞ്ഞുകൂടാ. മരിച്ചാ പിന്നെ എല്ലാം തീർന്നെന്ന് നമ്മോട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നു. പക്ഷെ അതങ്ങനെയാണോ എന്നറിയാൻ നമ്മൾ തന്നെ പോകണം. താങ്കൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മരണാനന്തരം ജീവിതമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രശ്നം ഞാനെടുക്കുന്ന റിസ്ക്കാണ്. താങ്കൾ ഏത് ക്ലാസ് വരെ പഠിച്ചു? കണ്ടോ, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ ഏത് ക്ലാസ് വരെ പഠിച്ചു എന്ന് നിങ്ങൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? എനിക്കിത്ര അറിവുണ്ട്, അതന്വേഷിച്ചാൽ പോരെ? എന്റെ ജോലി ചെയ്യാൻ ആവശ്യമുള്ള കണക്കും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ എനിക്കറിയാം. അതുപോലെ താങ്കൾ പറഞ്ഞു വരുന്നത് മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള പീഡനങ്ങൾക്കുള്ള കോമ്പൻസേഷൻ കൂടി ഗവൺമെന്റ് താങ്കൾക്ക് തരണമെന്നാണോ? ഞാൻ പറഞ്ഞത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നതാണ്. മരണം വരെയുള്ള ജീവിതത്തിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് റിസ്ക് ഉണ്ട്. എന്ത് റിസ്ക്കാണ് നിങ്ങൾക്കുള്ളത്? എന്റെ മകൻ രാംദേവ് 1990 ഞാൻ തൂക്കിക്കൊന്ന അമർത്യാഘോഷിന്റെ അച്ഛൻ പക തീർക്കാൻ വെട്ടി വീഴ്ത്തിയതാണ് എന്റെ മകന്. അവന്റെ വെളുത്തു മെലിഞ്ഞ കൈകാലുകൾ ആ വൃദ്ധൻ കുത്തി നുറുക്കി. കൈകാലുകൾ നഷ്ടപ്പെട്ട് ഒരു മാംസപിണ്ഡം പോലെ എന്റെ മകൻ രാംദേവ് കട്ടിൽ കിടന്ന് നരകിക്കുക. രാംദേവിന്റെ നേരെയുണ്ടായ അക്രമത്തിന് ഗവൺമെന്റ് നഷ്ടപരിഹാരം നൽകിയില്ലേ? അന്ന് 1500 രൂപ തന്നു. ഇപ്പോ വികലാംഗ പെൻഷനും ഉണ്ട്. താങ്കളുടെ മകന് മാത്രമേ വൈകല്യം സംഭവിച്ചിട്ടുള്ളൂ. ആരോഗ്യവതിയായ മകളുണ്ട്. സ്വന്തം ജോലി മകളെ ഏൽപ്പിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ലേ? താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അതൊക്കെ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ?
തന്റെ മകൾക്ക് എന്തെങ്കിലും സർക്കാർ ജോലി ലഭിക്കുന്നതുവരെ കോടതി ഉത്തരവ് കൈപ്പറ്റുകയില്ലെന്നും ജോലി നിർവഹിക്കുകയില്ലെന്നും ഗ്രദ്ദ മല്ലിക് വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ തന്റെ മകളെ ഈ ജോലി ഏൽപ്പിക്കണമെന്ന ഗ്രദ്ദ മല്ലിക്കിന്റെ ആവശ്യം നിയമമന്ത്രി പല്ലവദാസ് ഗുപ്തയെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: നോ നോ നോ, ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി അല്ല അത്. ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. ഇതോടെ ഇത് കേവലം നീതി നിർവഹണത്തിന്റെ പ്രശ്നം മാത്രമല്ലാതായിരിക്കുകയാണ്. വധശിക്ഷ ലോകരാഷ്ട്രങ്ങളിൽ പലതും നിരോധിക്കുന്ന സാഹചര്യം നിലനിൽക്കെ തന്നെ ഒരു സ്ത്രീക്ക് ആരാച്ചാരുടെ ജോലി ചെയ്യാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം സ്ത്രീ സംവരണവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തള്ളിക്കളയാനാകാത്തതാണ്. ഇന്ന് CNC ഫേസ് ടു ഫേസ് പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും ഇതിൽ പ്രതികരിക്കാം. ചോദ്യം ഇതാണ്: സ്ത്രീകളെ ആരാച്ചാരായി നിയമിക്കാമോ? വിളിക്കേണ്ട ഫോൺ നമ്പർ. രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധനായ ആരാച്ചാർ ഗ്രദ്ദ മല്ലിക്കിന്റെ ആദ്യത്തെ നിബന്ധന തന്റെ കുടുംബത്തിലെ ആരുടെയും ചിത്രങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്നതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മകൾ ചേതന ഗ്രദ്ദ മല്ലിക്കിന്റെ ദൃശ്യങ്ങൾ CNC ചാനലിന് രഹസ്യമായി ലഭിച്ചു. +2 ഉയർന്ന മാർക്കോടെ പാസ്സായതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠിത്തം നിർത്തിയ ഈ യുവതിക്ക് വേണ്ടിയാണ് 88-കാരനായ ഫണിഭൂഷൺ ഗ്രദ്ദ മല്ലിക് ഗവൺമെന്റിനോട് വിലപേശുന്നത്. ഇത് എപ്പോൾ റെക്കോർഡ് ചെയ്തതാ ചെയ്തു? ഇത് എനിക്കറിയില്ല രാംദാ. ഗൃദ്ധാദ, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? അവൾ ചെറിയ കുട്ടിയല്ലേ? തൂക്കുമരത്തിന് കുട്ടിയെന്നോ വൃദ്ധനെന്നോ ആണെന്നോ പെണ്ണെന്നോ ഉണ്ടോ ബോസ് ബാബു? ആരാച്ചാര ആണായാലും പെണ്ണായാലും മരിക്കുന്നവനെന്താ? ഞങ്ങളുടെ പരമ്പരയുടെ ചോരയില് ധൈര്യവും ശക്തിയും എന്നുമുണ്ടായിരുന്നു ബോസ് ബാബു. ഇത് ഞങ്ങളുടെ ദൌത്യമാണ്. അവൾ എന്റെ മകളാണ്. പിന്നെ അവള് പേരിന് മാത്രം വന്നാ മതി. ഇനി ഒരു തൂക്കിക്കൊല കൂടി നടക്കുമെന്ന് എന്താ ഉറപ്പ്? കുറ്റവാളികളെ തൂക്കിക്കൊല്ലുന്നതിന് നാട്ടുകാർ മുഴുവനെതിരല്ലേ? മനുഷ്യാവകാശങ്ങൾ പോലും. മരിക്കുന്നവനില്ലാത്ത എന്ത് മനുഷ്യാവകാശമാണ് കൊല്ലുന്നവന്? വെറുതെ ഞങ്ങൾ ആരാച്ചാരന്മാരുടെ കഞ്ഞിയിൽ പാറ്റിട്ടു. മാസം 20-25 തൂക്കിക്കൊലകളുണ്ടായിരുന്നു. നിന്റെ തന്തയ്ക്ക് ഹൃദയം എന്നൊന്നും പണ്ടേയില്ല. ആകെയുള്ളൊരു പെൺതരിയാ നീ. നിന്നെ ഇങ്ങനെ ഒരു ജോലിക്ക് വിടുന്ന കാര്യം ചിന്തിക്കുമോ? കള്ളന്മാരും കൊലപാതകങ്ങളും നിറഞ്ഞ ജയിലിൽ പോവുക, അവരെ തൂക്കിക്കൊല്ലുക. പേടിയാവുന്നില്ലേ മോളെ നിനക്ക്? ഇതെന്താ കുട്ടിക്കളിയാണോ? ഗൃദ്ധാജി, ഞങ്ങൾ വനിതാ സംഘടനയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾ ചേതനയെ കണ്ട് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാൻ വന്നതാണ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ചേതനയ്ക്ക് ആരാച്ചാരാവാനുള്ള അവസരം നഷ്ടപ്പെട്ടുകൂടാ. സ്വന്തം മകളുടെ കൈകളുകൊണ്ട് തൂക്കുമരത്തിന്റെ ലിവർ വലിക്കണമെന്ന് ഒരു പിതാവും ആഗ്രഹിക്കില്ല മാഡം. പക്ഷേ എന്റെ മകൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എനിക്കത് നിഷേധിക്കാനും സാധ്യമല്ല. ഈ ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഈ നാട്ടില് സ്ത്രീകൾക്ക് ജനാധിപത്യപരമായി തുല്യ അവകാശമുണ്ട്. ഈ കാര്യത്തിൽ ചേതനാജിക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. നോ കേസ് മാഡം. കേസ് നടത്താൻ പണമുണ്ടെങ്കിൽ അതെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്ക്. എന്റെ മകളുടെ വിവാഹം നടത്താൻ അത് ഉപകരിക്കും. പെൺകുട്ടികളുടെ ജീവിതം വിവാഹത്തിൽ അവസാനിക്കുന്നില്ല ഗൃദ്ധാജി. ചേതന ഗ്രദ്ദ മല്ലിക് ആരാച്ചാരായി ജോലി ചെയ്യാൻ നിങ്ങൾക്കിഷ്ടമാണോ? ഇഷ്ടവുമില്ല, ഇഷ്ടക്കേടുമില്ല. നിങ്ങളുടെ പിതാവ് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ? എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണെങ്കിൽ ആര് നിർബന്ധിച്ചിട്ടും പ്രയോജനമില്ല. ഉണ്ടോ? ഭരണഘടന അനുസരിച്ച് നിങ്ങൾക്ക് ജോലി നിഷേധിക്കാൻ ഗവൺമെന്റിന് കഴിയില്ലെന്നറിയാമോ? അറിയാം. ദാറ്റ്സ് ഫൈൻ. നിങ്ങളുടെ കാര്യത്തിൽ സജീവമായി ഇടപെടാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ ഗവൺമെന്റ് അനുകൂലമായ നിലപാടെടുത്താൽ ലോകത്ത് ആരാച്ചാരായി ജോലി ചെയ്യുന്ന ഏക സ്ത്രീയും ആദ്യത്തെ സ്ത്രീയും ചേതനാജി ആയിരിക്കും. എന്റെ കുടുംബത്തിൽ തന്നെ ഒരു സ്ത്രീ മുമ്പ് ആരാച്ചാരായിട്ടുണ്ട്. ശരി, ഏതായാലും മറ്റൊരു രാജ്യത്തും ഒരു സ്ത്രീയും ആരാച്ചാരായി ജോലി ചെയ്യുന്നില്ല. ആ സ്ഥിതിക്ക് നിങ്ങളുടേത് ഒരു ലോക റെക്കോർഡായിരിക്കും. നിങ്ങൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് മുഴുവൻ സ്ത്രീലോകത്തിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയാത്ത ജോലികളൊന്നുമില്ല എന്ന് ലോകത്തോട് വിളംബരം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഭൂമിയിൽ മറ്റെന്തെല്ലാം തൊഴിൽ ചെയ്ത് ജീവിക്കാം? നോക്കണ്ട, ഇത് ഞാനാ, സഞ്ജീവ് മിത്ര. യതീന്ദ്രനാഥിനെ തൂക്കിക്കൊല്ലുമ്പോൾ സ്ത്രീ എന്ന നിലയിൽ നിങ്ങളുടെ കൈ വിറക്കില്ലേ? കൈ വിറക്കില്ല, പക്ഷെ പാഴായിപ്പോയി ആ ജീവിതത്തെ ഓർത്ത് എന്റെ ഹൃദയം തീർച്ചയായും വിറയ്ക്കും. നിങ്ങൾ വധശിക്ഷയെ അനുകൂലിക്കുകയാണോ?
ഞാൻ ഒന്നിനെ അനുകൂലിക്കുന്നില്ല. പിന്നെ എന്തിന് ചേതന ആരാച്ചാരുടെ ജോലിക്ക് അപേക്ഷിക്കണം? അങ്ങനെയൊരു ജോലി ഉണ്ടായതുകൊണ്ട്. കൊള്ളാം. മറ്റൊരാളെ കൊന്നിട്ട് നിങ്ങൾ ജീവിക്കുന്നത് ശരിയാണോ? കൊല്ലുന്നത് ഞാനല്ല, ഗവൺമെന്റാണ്. ഞാനൊരു ഉപകരണം മാത്രം. ചേതന, നീ എന്താ പത്രക്കാരുടെ മുന്നിൽ നിന്ന് ഓടിപ്പോന്നത്? എല്ലാവരും പോയി കഴിഞ്ഞു. ആ സഞ്ജീവ് കുമാർ മിത്ര മാത്രം പോയിട്ടില്ല. അയാള് അച്ഛന്റെ മുറിയിലേക്ക് കയറിയിട്ടുണ്ട്. മോളെ, മാരുതി പ്രസാദിന്റെ കഴുത്തിൽ കുരുക്കിട്ടതുപോലെ അല്ല തൂക്കുമരത്തിൽ ഒരുത്തന്റെ കഴുത്തിൽ കുരുക്കിടുന്നത്. ഒന്ന് ഇങ്ങോട്ട് വരൂ. ചേതന, രാംദേവ് വിളിക്കുന്നു. നീ വേഗം ചെന്ന് നോക്ക്. അവൻ എന്തെങ്കിലും ആവശ്യം കാണും. ഒന്ന് വേഗം വരൂ. എന്താ രാമുദ, എന്താ? നോക്കിയേ ചെയ്തു, ഈ സഞ്ജീവ് കുമാർ മിത്ര എന്നെ ക്യാമറയിൽ പകർത്തുന്നു. നിർത്താൻ പറയൂ ചെയ്തു. നിർത്താൻ? വീടിനകത്ത് കയറി തോന്നിയാസം കാണിക്കുന്നു. ഒരു ക്യാമറ. എന്റെ ക്യാമറ. എന്താ ചേതന നീ കാട്ടിയത്? ക്യാമറ തട്ടിത്തെറിപ്പിച്ച വിലപിടിപ്പുള്ള സാധനല്ലേ അത്? അത് സാരമില്ല ധാക്കുമ. അനുവാദം ചോദിക്കാതെ ഞാനല്ലേ പടമെടുത്തത്. ധാക്കുമ, ഞാൻ ഇറങ്ങുന്നു. ശരി മോനെ. എനിക്ക് നിന്നെ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കണം ചേതന. എന്റെ കഴുത്തിൽ സ്ഥാനം തെറ്റിയൊരു കുടുക്കിട്ട ശേഷമാണ് അയാൾ പോയത്. കഴുത്ത് ഒടിഞ്ഞില്ല, പക്ഷെ ശ്വാസം മുട്ടി. എന്റെ ശരീരത്തോട് എനിക്ക് ആദ്യമായി വെറുപ്പ് തോന്നിയ നിമിഷങ്ങൾ. അമർത്യ ഘോഷിനെ ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛന്റെ മുറിയിൽ ചില്ലിട്ട് തൂക്കിയ പത്രത്താളുകളിൽ തന്നെയാണ്. അയാൾ 4 പേരെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു. വ്യവസായിയായിരുന്ന ചന്ദ്രസേന ഘോഷിനെയും അയാളുടെ 10ഉം 6ഉം 3ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെയുമാണ് അമർത്യ കൊലപ്പെടുത്തിയത്. ചന്ദ്രസേനന്റെ ഭാര്യ ദേവപ്രിയയുമായുള്ള പ്രണയത്തിൽ ഭ്രാന്തിളകിയാണ് അയാൾ ഈ കൊലകൾ നടത്തിയത്. കോടതി അമർത്യയ്ക്ക് വധശിക്ഷ വിധിച്ചു. ദയാഹർജി രാഷ്ട്രപതി തള്ളി. 1990 ജൂലൈ 4 വധശിക്ഷ തീരുമാനിക്കപ്പെട്ടു. തീയതി തീരുമാനിക്കപ്പെട്ട ദിവസം പുലർച്ചെ അമർത്യയുടെ അച്ഛൻ വീട്ടിലെത്തി എന്റെ അച്ഛനെ കാണാൻ. അങ്ങ് എന്റെ മോനെ തൂക്കിക്കൊല്ലരുത്. നിങ്ങൾക്ക് ആകെ ഒരു മകനെ ഉള്ളൂ എന്ന് വെച്ച് ഞാൻ എന്റെ ജോലി കളയണോ? ദാദാ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തൊഴിലല്ലിത്. ഭാരതമുണ്ടാകുന്നതിന് മുൻപേ ഞങ്ങളുടെ കുടുംബം ഈ പണി ചെയ്തിരുന്നതാണ്. ഇനി ഒരിക്കലും അവൻ ഒരു തെറ്റും പറ്റുകയില്ല. അവൻ അവിടെ ജയിലിൽ കിടന്നോട്ടെ, എന്നാലും ജീവിച്ചിരിക്കുമല്ലോ. അവന് കൊള്ളിവെച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല കൃഷ്ണദ. ഞാൻ ഗവൺമെന്റിന്റെ ഉപകരണം മാത്രമാണ്. ഗവൺമെന്റ് എന്തു പറയുന്നുവോ അത് നടപ്പാക്കിയാണ് എന്റെ ദൌത്യം. അല്ലാതെ എന്റെ ജോലിയിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോ തീരുമാനങ്ങളോ ഇല്ല. വധശിക്ഷയുടെ തലേന്ന് അങ്ങ് എന്തെങ്കിലും അസുഖം ബാധിച്ചതായി അഭിനയിച്ചാൽ മതി, ശിക്ഷ നീട്ടിവെക്കും. ദയവായി അവനെ കൊല്ലരുത്. ഇല്ല ദാദാ, അവൻ വധശിക്ഷ അർഹിക്കുന്നു. ആ കൃത്യം ഈ കൈകൊണ്ട് തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ പശ്ചാത്തപിക്കേണ്ടി വരും. നോക്കിക്കോ. അച്ഛൻ ശരിക്കും പശ്ചാത്തപിക്കേണ്ടി വന്നു. അമർത്യ ഘോഷിന്റെ ജീവന് വില നൽകേണ്ടി വന്നത് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ജ്യേഷ്ഠൻ രാംദേവ് കൃഷ്ണമല്ലിക്കിനാണ്. ചേതു, രാമു, നമ്മൾ ജയിച്ചു. കോർട്ട് ഓർഡർ വാങ്ങാൻ IG വിളിക്കുന്നു. എന്റെ ആവശ്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചു. അപ്പോൾ ചേതുവിന് ആരാച്ചാരായി ജോലി ചെയ്യേണ്ടി വരും അല്ലേ അച്ഛാ? മോളെ, നീയാണിന്ന് മുതൽ ആരാച്ചാര്. മോള് തനിച്ചൊന്നുമല്ല. ഞാനില്ലേ, നിന്റെ ചിറ്റപ്പൻ സുഖദേവില്ലേ സഹായത്തിന്. വധശിക്ഷയുടെ ആദ്യപടി തീയതി നിശ്ചയിക്കലാണ്. തൂക്കാനുള്ള തീയതി കോടതി നിശ്ചയിക്കുന്നു. ഉത്തരവിന്റെ കോപ്പി പ്രതിക്ക് നൽകുന്നു. ഒപ്പം ആരാച്ചാർക്കും അറിയിപ്പ് ലഭിക്കും.
അത് കഴിഞ്ഞാൽ ആരാച്ചാർക്ക് 2-3 തവണ ജയിലിലേക്ക് പോകേണ്ടി വരും. ജയിൽ ഐജിയിൽ നിന്നും കരാർ ഒപ്പിട്ട് വാങ്ങണം. പ്രതിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ അന്വേഷിക്കണം. ഒരുക്കങ്ങൾ വിലയിരുത്തണം. ശരി അച്ഛാ. ഹലോ ഫനീത, കൺഗ്രാറ്റുലേഷൻ. ഒടുവിൽ നിങ്ങളുടെ ഡിമാൻഡുകളെല്ലാം ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. ചേതു, ഈ സാറിന് നിന്റെ ഒരു ഇന്റർവ്യൂ വേണം. അദ്ദേഹം ടിവിയിൽ ഷൂട്ട് ചെയ്യുക മാത്രമല്ല, പത്രങ്ങളിൽ എഴുതുകയും ചെയ്യും. സഞ്ജീവ് ബാബു ചോദിച്ചോളൂ, ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവള് കേട്ട് പഠിക്കട്ടെ. പിന്നെ ഞാനിനി പറയുന്നതൊക്കെ ചേതന പറയുന്നതായിട്ട് വേണം നിങ്ങൾ അച്ചടിക്കാൻ. താങ്കൾ ഒരു അസാധ്യ മനുഷ്യൻ തന്നെ. അപ്പോൾ ചേതന, നിങ്ങളുടെ അച്ഛൻ ഫണിഭൂഷൺ ഗിർധാമല്ലിക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ അച്ഛൻ ഫണിഭൂഷൺ ഗിർധാമല്ലിക്കിനെ ഞാൻ ആരാധിക്കുന്നു. അച്ഛൻ എന്റെ ദൈവമാണ്. എന്താ ചെയ്തു, സത്യമല്ലേ? കാരണം അദ്ദേഹം 88 വയസ്സായ ഒരു മനുഷ്യനാണ്. 19-ാം വയസ്സിൽ അദ്ദേഹം ബംഗാൾ സംസ്ഥാനത്തിന്റെ ആരാച്ചാരായി. നിയമവും നീതിയുമില്ലെങ്കിൽ രാജ്യമില്ല, ഗവൺമെന്റില്ല, നമ്മളാരുമില്ല. പട്ടാളവും പോലീസും കോടതിയുമൊക്കെ ചെയ്തു വരുന്ന ആ കടമയുടെ അവസാനത്തെ കണ്ണിയാണ് ഒരു ആരാച്ചാർ. ആരാച്ചാർ ഒരു വാടക കൊലയാളിയല്ല, ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ചേതന, താങ്കൾ ചെറുപ്പമാണ്. ഈ ജോലിയിൽ തുടർന്നാൽ താങ്കളെ ആര് വിവാഹം കഴിക്കും? എന്നെ സ്നേഹിക്കുന്ന ഒരാളെയാണ്. എന്റെ ജോലിയെ സ്നേഹിക്കുന്ന ഒരാളെ അല്ല എനിക്ക് ആവശ്യം. ഒരാളുടെ വ്യക്തിത്വത്തെ അയാളുടെ ജോലിയിൽ നിന്നും പിരിച്ചെടുക്കാൻ കഴിയുമോ? ഗദ്ദാദ, ഈ തിരക്കൊക്കെ ഒഴിയുമ്പോ മറ്റു വിരോധമൊന്നും ഇല്ലെങ്കിൽ ചേതനയെ എനിക്ക് തന്നേക്കൂ, എന്റെ ഭാര്യയായി. സഞ്ജീവ് കുമാർ മിത്ര നിൽക്കുന്നു. എടുത്തോ താങ്കളുടെ പെണ്ണിനെ. ഇത് ഈ വർഷത്തെ ആദ്യത്തെ മഴ. എന്റെ ഹൃദയം നനഞ്ഞു കുതിർന്ന കേരച്ചാക്കുകൾ പോലെ ഭാരിച്ചു തൂങ്ങുന്നു. സ്നേഹമില്ലാതെ സ്പർശിക്കുന്ന പുരുഷന്റെ കരങ്ങൾ എത്ര പരുപരുത്തതാകാമെന്നും അയാളുടെ ദുർഗന്ധങ്ങൾ എത്ര അരോചകമാകാമെന്നും ഒരിക്കൽ മാത്രം തിരിച്ചറിഞ്ഞതൊഴിച്ചാൽ ലോകമെന്തെന്ന് എനിക്കറിയുമായിരുന്നില്ല. ഈ തൂവാനത്തുള്ളികൾ കല്ലുകൾ പോലെ എന്റെ മുഖത്ത് പതിക്കുന്നു. എല്ലാവരും ആരാധന ആവശ്യപ്പെട്ടു. ആരും അതിനർഹത തെളിയിച്ചില്ല. ഹൃദയത്തിൽ കുടുക്കിട്ട് എത്ര മുറുക്കിയിട്ട് ചുടുകണ്ണീർ ചൂട് മഴത്തുള്ളിയോടിട കലർന്നൊഴുകുന്നു. കൃത്യമായ അളവിൽ അയാൾക്ക് വേണ്ടി ഞാനൊരു കയർ അളന്നെടുക്കും. 1 ഇഞ്ച് കൂടുകയില്ല, കുറയുകയുമില്ല. അയാളെ എനിക്കും ഒരിക്കലെങ്കിലും അനുഭവിക്കണം. സത്യമാണോ സഞ്ജു ബാബു? ചേതു ഓടിവാ ഇവിടെ. നീ ഇത് കേട്ടോ? നിനക്ക് ജോലി വാങ്ങിത്തരുന്ന കാര്യം സഞ്ജു ബാബുവിന്റെ ചാനൽ ഏറ്റെന്ന്. നമ്മൾ രക്ഷപ്പെട്ടു മോളെ. അച്ഛൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേക്ക്. ഒരിക്കലും നീ ഈ മനുഷ്യനെ മറക്കരുത്. ഇദ്ദേഹം നമ്മുടെ ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ്. സഞ്ജു ബാബു, നിങ്ങൾ ചോദിക്ക്. ഇതിനൊക്കെ പകരം എന്റെ ജീവൻ വേണമെങ്കിലും ഞാൻ തരാം. ജീവനല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ജീവിതമാണ്. ജീവിതമോ? അതായത് ജീവിത കഥകൾ. ഒരു ലക്കത്തിലേക്കാണെങ്കിൽ ഞാൻ തരാം. പോരാ, തുടർച്ചയായി വേണം. അതൊന്നും എനിക്ക് ഓർമ്മയില്ല സഞ്ജു ബാബു. എങ്കിൽ പിന്നെ ചേതനയ്ക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് ബുദ്ധിമുട്ടാകും. പഴയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ പലതും വളരെ സ്വകാര്യമായ കാര്യങ്ങളാണ്. ഒരു കാര്യം ചെയ്യാം, തൂക്കിക്കൊല കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ചാനലിലേക്ക് ആദ്യം വരാം. എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. ലണ്ടനിലും അമേരിക്കയിലും നിന്നുള്ള ചാനലുകൾ ലക്ഷങ്ങൾ എനിക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. വേണ്ട, നിങ്ങൾ എനിക്കൊരു ചില്ലി കാശ് പോലും തരണ്ട. കാരണം സഞ്ജു ബാബു, താങ്കള് എന്റെ മരുമകനാകാൻ പോവുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണ്ട, ചേതന മതി.
അതെ, അതാ നല്ലത്. ചേതനയുടെ ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങളുടെ ചാനലിനു വേണ്ടി മാത്രമാണ്. അതായത് മറ്റൊരു പത്രസ്ഥാപനത്തോടോ ചാനലിനോടോ സംസാരിക്കാൻ പാടില്ല. ചേതന പോകുന്നിടത്തെല്ലാം ഞങ്ങൾ കൂടെ വരും, തൂക്കിക്കൊലയുടെ തലേന്ന് വരെ. ഉദാഹരണത്തിന് ജയിൽ ഐജിയെയും ഡിജിപിയെയും കാണാൻ പോകണം, ആലിപ്പൂർ ജയിലിൽ പോകണം. എല്ലായിടത്തും ഞങ്ങളുണ്ടാകും. ഇനി അങ്ങോട്ട് ചേതനയുടെ യാത്രകൾ മുഴുവൻ ഞങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. വെറുതെയല്ല, മാന്യമായ തുക നൽകിക്കൊണ്ട് തന്നെ. ഞാൻ ഫണിഭൂഷൺ ഘൃത്താ മല്ലിക്കിന്റെ മകൾ ചേതന ഘൃത്താ മല്ലിക് ഇതിനാൽ സമ്മതിച്ച് ഒപ്പുവെക്കുന്നതെന്തെന്നാൽ, ഗവൺമെന്റ് പ്രഖ്യാപിച്ച യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല നടക്കുന്ന ജൂൺ 24 വരെയുള്ള ദിവസങ്ങളിൽ എന്നെ ചിത്രീകരിക്കാനും എന്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യാനും അച്ചടിക്കാനുമുള്ള എല്ലാ അവകാശവും CNC പബ്ലിഷിംഗ് ഹൌസിന് കീഴിലുള്ള CNC ചാനലിന് മാത്രമായിരിക്കുന്നതാകുന്നു. പ്രസ്തുത കാലയളവിൽ CNC ചാനലിനോടോ അവർ നിർദ്ദേശിക്കുന്ന കക്ഷികളോടോ അല്ലാതെ ഞാൻ സംസാരിക്കാൻ തയ്യാറാകുകയില്ല എന്ന് സമ്മതിച്ചുകൊള്ളുന്നു. ഇതിനു പ്രതിഫലമായി 5001 രൂപ നിശ്ചയിച്ചിട്ടുള്ളതും അഡ്വാൻസായി 1001 രൂപ കൈപ്പറ്റിയിട്ടുള്ളതുമാകുന്നു. വിധേയ ചേതന ഘൃത്താ മല്ലിക്. ആലിപ്പൂർ ജയിലിൽ ഞാൻ ആദ്യമായിട്ടാണ്. ശിവദേവ് ബാബു അകത്തുണ്ടോ? ഉണ്ട്. ആരാച്ചാര് ഘൃത്താ മല്ലിക്ക് വന്നിരിക്കുന്നു എന്ന് പറയും. അകത്തെ 3ാമത്തെ ഗേറ്റിനുള്ളിലാണ് കണ്ടം ചെയ്യലും തൂക്കുമരവും. ഇനിയുള്ള കാലത്ത് തൂക്കിക്കൊല നടക്കാൻ സാധ്യതയില്ല. സഞ്ജീവ് ബാബു നോക്കിക്കോ, ചിലപ്പോ യതീന്ദ്രനാഥായിരിക്കും അവസാനത്തേത്. ലോകം മുഴുവൻ വധശിക്ഷയ്ക്കെതിരെ ബഹളം വെക്കുകയല്ലേ. ഭൂമിയുടെ ഭാരം കുറക്കാൻ ദുഷ്ടന്മാരെ കൊന്നെടുക്കണമെന്ന് പുരാണങ്ങളിൽ പോലും പറയുന്നുണ്ട്. ചേതന, നിങ്ങളുടെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നല്ല ലോകവിവരമുണ്ട് ഈ പ്രായത്തിലും. ചാനലിന് മുന്നിൽ വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ ഉണ്ടോ സഞ്ജീവ് ബാബു? ആ ഗൃദ്ധാത, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാം ഭദ്രമായിരിക്കുന്നു ശിവദേവ് ബാബു. 24-ാം തീയതിയിലേക്ക് ആ ശിക്ഷ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കൃത്യം 29 ദിവസമുണ്ട്. ഇത് ചേതനയുടെ നിയമന ഉത്തരവാണ്, മനസ്സിലായോ? മോളെ, ഈ ശിവദേവ് ബാബുവിനെ നീ ദൈവത്തെ പോലെ ബഹുമാനിക്കണം. ഇദ്ദേഹമാണ് നമ്മുടെ അലവൻസ് 50 രൂപയിൽ നിന്ന് 75 രൂപയാക്കി തന്നത്. 75 രൂപ എന്നത് വളരെ കുറവല്ലേ ശിവദേവ് ബാബു? തുക കൂട്ടിയാൽ ബുദ്ധിജീവികൾ ബഹളം ഉണ്ടാക്കും. പിന്നെ ജോലി എപ്പോഴും ഇല്ലല്ലോ. ഉള്ള സമയത്താണെങ്കിൽ ഗൃദ്ധാത ഇതിനൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ ഗൃദ്ധാത 20,000 ചോദിച്ചിരിക്കുന്നത്. അതിലൊരു പൈസ കുറയാൻ ഞാൻ സമ്മതിക്കില്ല. വരൂ, നമുക്ക് ജയിലിനുള്ളിലേക്ക് പോകാം. പിന്നെ പുറത്തുനിന്ന് ആരെയും അവിടെ പ്രവേശിപ്പിക്കരുതെന്നാണ് നിയമം. നിയമങ്ങൾ ലംഘിക്കലല്ലേ ബാബു ഞങ്ങളുടെ ജോലി. DGPയെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചല്ലോ, അതുകൊണ്ട് താങ്കൾക്ക് റിസ്ക് ഒന്നുമില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ജയിലാണ്. നോക്കൂ അതിന്റെ കൺസ്ട്രക്ഷൻ. ചന്ദ്ര, നോക്ക്, തൂക്കുകയറുകളാണ്. ഈ കയർ ഏതാണെന്നറിയാവോ? അറിയില്ല. ദിനേശ് ചന്ദ്രഗുപ്തയെ തൂക്കിയ കയറാണിത്. അന്നാണ് എന്റെ അച്ഛൻ ആദ്യമായി കരയുന്നത് ഞാൻ കണ്ടത്. ഈ ജയിലിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ തൂക്കിയത്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവൻ കളയാൻ ഞങ്ങൾക്കൊക്കെ പ്രചോദനമായത് അവരെപ്പോലുള്ള ചെറുപ്പക്കാരായിരുന്നു. ഒരിക്കൽ തൂക്കിക്കൊന്ന കയർ വീണ്ടും തൂക്കാൻ ഉപയോഗിക്കുമോ? അത് ആരാച്ചാരുടെ സ്വത്താണ് എന്നാണ് സങ്കല്പം. വീട്ടിൽ കൊണ്ടുപോയി അതിനെ മുറിച്ചു വിൽക്കും. ആ കയറ് കത്തിച്ച ചാരം കുടിച്ചാൽ മാറാരോഗങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. അതൊക്കെ ചുമ്മാതെ അന്ധവിശ്വാസം. ഇത് മതി ശിവദേവ് ബാബു. ഈ കയറ് ഏതാണെന്നറിയാവോ? നമ്മള് 2 എണ്ണത്തിന് ഒന്നിച്ചു തൂക്കിയ കയറാണത്. ബെസ്റ്റ് സാധനം. ഇതില് തൂങ്ങാൻ തന്നെ വേണം സഞ്ജീവ് ബാബു ഒരു യോഗം. യതീന്ദ്രനാഥിന് ഇത് മതി, നമുക്ക് ഉറപ്പിക്കാം. അതെല്ലാം ഗൃദ്ധാതായുടെ ഇഷ്ടം. നമുക്കിനിയും 2 തവണ കൂടി ഇവിടെ വരേണ്ടി വരും. തൂക്കുന്നതിന് ഒരാഴ്ച മുമ്പും പിന്നെ തലേന്നും. തൂക്കുമരവും നിലവറയും ലിവറും ഒക്കെ പരിശോധിക്കണം.
പിന്നെ മണൽച്ചാക്ക് വെച്ച് ട്രയൽ ചെയ്തു നോക്കണം. അവന്റെ വെയിറ്റ് എത്രയാണെന്നാ പറഞ്ഞത്? കഷ്ടിച്ചൊരു 50 കിലോ തൂക്കം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോ എത്ര കിലോ ഭാരം വെച്ച് വേണം നമുക്ക് തൂക്കി നോക്കാൻ ചെയ്തു? ഭാരത്തിന്റെ 1.5 ഇരട്ടി, 75 കിലോ. ശരി. കയറിന്റെ നീളമോ? 7 അടി 2 ഇഞ്ച്. നീ ഒരു കുടുക്കിട്ട് ബാബുവിനെ കാണിക്ക്. നമുക്കിനി തൂക്കുമരം കാണണ്ടേ? അതിനുള്ള സമയം ഇതല്ല സഞ്ജീവ് ബാബു. കണ്ടോ ശിവദേ ബാബു, കണ്ടോ സഞ്ജീവ് ബാബു, എത്ര പെർഫെക്റ്റ് ആണ് ഈ കുടുക്ക്. ഇവളെന്റെ മകളാണ്, എന്റെ ചോര. ഗൃഥാമല്ലിക്കുമാരുടെ മുഴുവൻ ശക്തിയും പ്രതിഭയും ഇവൾക്കുണ്ട്. നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ഗൃഥാമല്ലിക് ജയിൽ ഐജിയെയും മറ്റും കണ്ട ശേഷം തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേതനാദി, CNCയിലേക്ക് സ്വാഗതം. എന്തു പറയുന്നു പുതിയ ജോലിയെപ്പറ്റി? ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഗൃഥാമല്ലിക്കുമാർക്ക് പേടി എന്താണെന്നറിയില്ല. ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ? ഇത് ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. എന്നു പറയുന്നതിൽ അടിസ്ഥാനമുണ്ടോ? സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും. നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ? എനിക്കറിഞ്ഞൂടാ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? താനൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഗൃഥാമല്ലിക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ചരിത്രത്തിലാദ്യമായി വളയിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപൂരി പൂകാനുള്ള ഭാഗ്യം ഇതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ്. 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച ഒരുക്കങ്ങളെക്കുറിച്ച് ആരാച്ചാരായ ചേതന ഗൃഥാമല്ലിക് നേരിട്ട് വിവരങ്ങൾ നൽകും. ചേതന നിങ്ങളുടെ CNCയിൽ മാത്രം. ആലിപ്പൂർ ജയിൽ മുമ്പിൽ നിന്നും ക്യാമറാമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര. ഗൃദാദ, എനിക്ക് CD എത്രയും വേഗം ചാനലിൽ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് തനിച്ചു പോയിക്കൊള്ളാമോ? ശരി സഞ്ജീവ് ബാബു, വളരെ ഉപകാരം. ചേതന, ചേതന. ഓ, ദാ വരുന്നു. എന്താ ധാക്കുമാ? ചേതന മോളെ, നീ ഈ മുറി കഥ കടച്ചിരുന്ന് എന്തെടുക്കായിരുന്നു? ഞാൻ ചെമ്പയ്ക്കും രാരിക്കും കണക്ക് ക്ലാസ് എടുക്കായിരുന്നു ധാക്കുമാ. നീ ആ കഴുത്തൊന്ന് കാട്ടിയേ. ഞാനേ ഈ ചരടൊന്ന് കെട്ടിക്കട്ടെ. ഹേമൂടായുടെ കാളീക്ഷേത്രത്തിന്ന് പൂജിച്ചു കൊണ്ടുവന്നതാ. അവസാനം സ്വന്തം കാര്യം വന്നപ്പോ ചോരയാണ് വലുത്. എന്തായാലും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു ജോലിക്ക് വിടേണ്ട കാര്യമില്ലായിരുന്നു. അതും ഞാനിവിടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ. ഞാനും ആരാച്ചാരുടെ കുടുംബത്തിൽ പിറന്നവനല്ലേ ധാക്കുമാ. എന്റെ പേര് സുഖദേവ് ഗൃഥാമല്ലിക് എന്നാണ്. അങ്ങനെ ഒരു പേരുണ്ടായിട്ട് എന്താ ഫലം? യോഗം ഉണ്ടാവണം. ഇത്രയും നാൾ ജ്യേഷ്ഠന്റെ സഹായിയായി ജയിലിൽ പോയി. ഇനി മുതൽ ചേതന മോളുടെ സഹായിയായും പോകേണ്ടി വരും. സ്വന്തമായ ഒരു കോഴിയെ കൊല്ലാൻ പോലും ധൈര്യമില്ലാത്ത പൊട്ടൻ. എടാ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ മോളെ ബലി കൊടുക്കുകയാണെന്ന് നീ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഓ, എന്നെ രക്ഷിക്കാൻ ദാദാ അത്രയൊന്നും പ്രയാസപ്പെടണ്ട. ചേതന ഒരു പെണ്ണാണ്. കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കേണ്ടവളാണ്. അത് മറന്നുപോകരുത്. അവളെ കൊത്തിക്കൊണ്ടുപോകാൻ ആമ്പിള്ളേർ ഇഷ്ടം പോലെ വരും, നോക്കിക്കോ. ആ ചാനലുകാരൻ പയ്യൻ അവളെ കല്യാണം ആലോചിച്ചെന്ന് പറഞ്ഞല്ലോ, അത് നേരാണോ? അവൻ ആലോചിച്ചു. എന്റെ മോളിപ്പോ ചില്ലറക്കാരിയാണോ? ലോകത്തിലാദ്യമായാണ് ഒരു പെണ്ണ് ആരാച്ചാരാകുന്നത്. ശക്തിയുടെയും സ്വാഭിമാനത്തിന്റെയും പ്രതീകമാണ് ഇന്നവള്. അത് മറക്കരുത്. എടീ, നീ നിന്റെ ഭർത്താവിന് ഇത്തിരി ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക്. ബുദ്ധി ഉപദേശിച്ചിട്ടൊന്നും ഒരു ഫലവുമില്ല. അങ്ങേർക്ക് ബാർബർ ഷോപ്പ് നടത്താനേ പറഞ്ഞിട്ടുള്ളൂ. ദേ, ഈ ചാനലുകാരെയൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. ചേതു, നീ വേഗം റെഡിയാകും. നമുക്ക് ജയിലിൽ പോകണം. എന്തായാലും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു ജോലിക്ക് വിടേണ്ട കാര്യമില്ലായിരുന്നു. അതും ഞാനിവിടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ. സ്വന്തമായ ഒരു കോഴിയെ കൊല്ലാൻ പോലും ധൈര്യമില്ലാത്ത പൊട്ടൻ. എടാ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ മോളെ ബലി കൊടുക്കുകയാണെന്ന് നീ മനസ്സിലാക്കേണ്ടതായിരുന്നു. ചേതന ഒരു പെണ്ണാണ്. കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കേണ്ടവളാണ്. ആ ചാനലുകാരൻ പയ്യൻ അവളെ കല്യാണം ആലോചിച്ചെന്ന് പറഞ്ഞല്ലോ, അത് നേരാണോ?
അവൻ ആലോചിച്ചു, എന്റെ മോളിപ്പോ ചില്ലറക്കാരിയാണോ? ലോകത്തിലാദ്യമായാണ് ഒരു പെണ്ണ് ആരാച്ചാരാകുന്നത്. ചേതു, നീ വേഗം റെഡിയാകുക, നമുക്ക് ജയിലിൽ പോകണം. ചേതു, ഈ കാണുന്നത് എന്താണെന്നറിയാവോ? നീ എന്താ ചിന്തിക്കുന്നത്? പേടിയുണ്ടോ നിനക്ക്? തൂക്കുമരം. ആകാശത്തിന് താഴെ കുറിയ ഇടങ്കാൽ നീണ്ട വലങ്കാലിൽ കുത്തി തപസ് ചെയ്യുന്ന ശിരസ് നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ തൂക്കുമരം. ഇവിടെയാണ് കയർ കൊരുക്കുവാനുള്ള കൊളുത്ത്, ഇവിടെ കയർ തൂക്കുവാനുള്ള കപ്പി, ഇവിടെ വേണം കുടുക്ക്. ഇതാണ് ലിവർ. നൂറ്റാണ്ടുകളായി എന്റെ പിതാമഹന്മാരുടെ വിരൽപ്പാടുകൾ പതിഞ്ഞ ഇരുമ്പ് ദണ്ട് ഇതാകെ തുരുമ്പെടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കൂ ചെയ്തു, ഈ സ്ഥലം കണ്ടോ? സായിപ്പന്മാർ ഇവിടെ വന്നു നിന്നാണ് തൂക്കിക്കൊല കണ്ടിരുന്നത്. ഇവിടെയാണ് ജയിൽ DGPയും സൂപ്രണ്ടും മജിസ്ട്രേറ്റും നിൽക്കുന്നത്. പ്രതിയെ അകത്തു കൊണ്ടുവന്നാൽ മുഖം മൂടിയിട്ട് കയ്യും കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ മജിസ്ട്രേറ്റ് ഒരു ചുവന്ന തൂവാല താഴേക്കിടും. അതാണ് നമ്മുടെ അടയാളം. ആ നേരത്ത് ലിവർ വലിക്കണം. മനസ്സാന്നിധ്യമാണ് ആരാച്ചാർക്ക് അത്യന്താപേക്ഷിതമായ ഗുണം. മറ്റൊരു ചിന്തയും പാടില്ല. എല്ലാം മറക്കണം. ലിവറും ആ ചുവന്ന തൂവാലയും മാത്രം കാണണം. ബുദ്ധിയും പ്രജ്ഞയും അതിൽ സമർപ്പിക്കണം. യതീന്ദ്രനാഥ ബാനർജി, അവൻ കൊലപ്പെടുത്തിയ പെൺകുട്ടിയെ ഓർക്കുക. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയതാണ് അവൾ. ഉപദ്രവിക്കല്ലേ എന്നവൾ യാചിച്ചു. അവൻ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. അനീതി ചെയ്തവന്റെ ജീവൻ ജപ്തി ചെയ്യാൻ നമ്മളെ അയക്കുന്നു. അത് നമ്മുടെ ധർമ്മമാണ്. ടിക് എന്നൊരു ശബ്ദം മാത്രമേ കുടുക്കുമുറുകുമ്പോൾ കേൾക്കുകയുള്ളൂ. കഴുത്തൊടിയുന്ന ശബ്ദമാണത്. അതോടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ മുറിഞ്ഞുപോകും. അപ്പോൾ ബോധം കെടും. ചെറിയൊരു പാളിച്ച സംഭവിച്ചാൽ ആ ഒരു നിമിഷത്തിന്റെ വെപ്രാളത്തിൽ അയാളുടെ നഖങ്ങൾ നീളും, ശരീരത്തെ മാന്തിപ്പറിക്കും, മലവും മൂത്രവും വിസർജിക്കും. സഞ്ജീവ് ബാബു, താങ്കൾ? അത് ശരി, കരാർ എഴുതി ഒപ്പിട്ടതിന്റെ അടുത്ത ദിവസം തന്നെ അത് ലംഘിക്കുകയാണല്ലേ? ഗ്രഥാദ, ഇത് എന്നോട് വേണ്ടിയിരുന്നില്ല. എന്താ സഞ്ജീവ് ബാബു, അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ലേ? വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നതല്ലേ, ചേതനയുടെ ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങളുടെ ചാനലിന് അവകാശപ്പെട്ടതാണെന്ന്. തിരിയുന്നതും മറിയുന്നതും തുമ്മുന്നതും തൂറുന്നതും ഒക്കെ നിങ്ങളെ അറിയിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് തന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ കരാറിലില്ല. ഉണ്ടെങ്കിലും അത് പ്രായോഗികമല്ല. 5000 രൂപ എണ്ണിത്തന്നത് മറന്നുപോയോ? വെറും 1001 രൂപയാണ് സഞ്ജീവ് ബാബു എണ്ണിത്തന്നത്. പറയുന്ന വാക്കിന് വിലയില്ലെന്നാണോ ഗ്രഥാദ? നൽകാത്ത വാക്ക് ഞാൻ എന്തിനു പാലിക്കണം? നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാവില്ല പെരുമാറുന്നത്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനല്ലേ? അത് കരാറിലില്ല. അവള് പറഞ്ഞത് ശരിയല്ലേ, വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ എന്താണ് രേഖ, എന്താണ് ഉറപ്പ്? അത് നമ്മുടെ അഗ്രിമെന്റിലുണ്ടോ? അതല്ല, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? എന്റെ മകള് നിങ്ങളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞത് സഞ്ജീവ് ബാബുവാണ്. അത് കരാറിലില്ല അല്ലേ? ഇത് കണ്ടോ, ഇത് സ്വർണ്ണമോതിരമാണ്. ഇത് ഞാൻ ചേതനയുടെ വിരലിൽ അണിയിക്കാൻ പോകുന്നു. ചേതന, ആ വിരലിങ്ങോട്ട് നീട്ടു. വേണ്ട, എനിക്കിതാവശ്യമില്ല. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും പെൺകുട്ടിയുടെ അച്ഛന്റെയും ഈ തൂക്കുമരത്തിന്റെയും സാന്നിധ്യത്തിൽ ഞാൻ എന്റെ സ്നേഹത്തിന് തെളിവ് സമർപ്പിച്ചു കഴിഞ്ഞു. അമ്മേ, ആ സഞ്ജീവ് കുമാർ മിത്ര വരുമ്പോ ഈ മോതിരം ഒന്ന് തിരിച്ചു കൊടുത്തേക്കൂ. എനിക്കിത് വേണ്ട. ഭഗവാനെ, ഇത് വൈരക്കല്ലല്ലേ? നോക്കട്ടെ കാണട്ടെ. അവനൊരു നല്ല ചെക്കനാണ്, സ്നേഹമുള്ളവൻ. പക്ഷേ നമ്മുടെ ചേതുവിന് അത് വേണ്ട. പണിയുടെ കാലം കഴിഞ്ഞാലും ആരാച്ചാരുടെ പണി ചെയ്യാൻ യോഗ്യനായ ഒരാൺകുട്ടി വേണം.
ഇല്ലെങ്കിൽ നമ്മുടെ കുലം മുടിയും. നിങ്ങൾ അല്ലേലും അങ്ങനെ പറയൂ. അവൻ നല്ല പഠിപ്പുള്ള ചെക്കനാ. എന്റെ മോൾ ഈ നശിച്ച നിലവറ കുഴിന്ന് രക്ഷപ്പെടട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് അയാളെ പേടിയാണ്. ചെയ്തു, അവൻ നിന്നെ സ്നേഹിക്കുകയില്ല. പക്ഷേ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിനെ സ്നേഹമെന്ന് വിളിക്കുകയും ചെയ്യും. പഴയ നമ്മുടെ സർക്കാർ മാമനെ ഓർമ്മയുണ്ടോ രാമുദ? അച്ഛന് സ്ഥിരമായി ക്ഷൗരം ചെയ്തു കൊടുത്തിരുന്ന അവിനാശ് സർക്കാർ എന്ന സർക്കാർ മാമൻ അല്ലേ? സർക്കാർ മാമന് എന്ത് സ്നേഹമായിരുന്നു നമ്മളോട്. സാധുവായ മനുഷ്യൻ. ഒടുവിൽ എന്താ ഉണ്ടായത്? ഓരോന്നോരോന്നായി 4 സ്ത്രീകളെ കൊന്ന് ആ തുരങ്കത്തിൽ കൊണ്ടിട്ടില്ലേ അയാൾ? കുട്ടിക്കാലം മുതൽ അച്ഛനോടൊപ്പം ഒരുമിച്ച് കളിച്ചു വളർന്ന സർക്കാർ മാമനെയും അച്ഛന്റെ കൈകൊണ്ട് തന്നെ തൂക്കിക്കൊല്ലേണ്ടി വന്നു. ഒടുവിൽ ആരോരുമില്ലാത്ത സർക്കാർ മാമന് പിണ്ടം വെച്ചതും ഞാനായിരുന്നു. ദുഷ്ടൻ. 4 സ്ത്രീകളെ കൊന്ന പാതകയാണവൻ. 4 അല്ല, 40 പേരെ കൊന്നാലും കുറ്റവാളിക്ക് ഒരു തവണയേ മരിക്കാൻ സാധിക്കൂ. മരണത്തേക്കാൾ വലിയ പാപപരിഹാരമില്ല. സർക്കാർ മാമനെ ഞാൻ സ്നേഹിച്ചിരുന്നു. 5ഓ 6ഓ വയസ്സുള്ളപ്പോൾ എനിക്ക് തന്റെ സ്മരണയ്ക്കായി അദ്ദേഹം തന്നത് കുറ്റകൃത്യങ്ങളുടെ ഒരു പങ്കായിരുന്ന മോതിരങ്ങളായിരുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം സഞ്ജീവ് കുമാർ മിത്രയും അത് തന്നെ ചെയ്തു. സ്വന്തം കുറ്റകൃത്യങ്ങളുടെ പങ്കായ ഒരു മോതിരം അയാളും എന്നെ അടിച്ചേൽപ്പിച്ചു. ഹാങ് വുമൻസ് ഡയറി. ലോകമെങ്ങും വധശിക്ഷ നിരോധിക്കുവാൻ മുറവിളി വരുമ്പോഴും ബംഗാൾ ഗവൺമെന്റ് യതീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷയുമായി മുന്നോട്ടു പോവുകയാണ്. കുറ്റവാളിയുടെ മനുഷ്യാവകാശത്തേക്കാൾ ഗവൺമെന്റ് വിലയിടുന്നത് ഇരയുടെ മനുഷ്യാവകാശത്തിനാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും വിവാദമുയർത്തിക്കഴിഞ്ഞു. നമുക്കിനി ചേതനയോട് സംസാരിക്കാം. ചേതന, താങ്കളെ ആരാച്ചാരായി നിയമിച്ചിട്ട് 2 ആഴ്ചയായി. കഴിഞ്ഞ 2 ആഴ്ചത്തെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ആ ചോദ്യം അപ്രസക്തമാണ്. എന്റെ അനുഭവങ്ങൾ 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നു. ചേതന, നിങ്ങൾ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും കഴുത്തിൽ കുടുക്കിട്ട് നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പഠിക്കുന്ന കലയാണിതെന്ന് പണ്ടുകാലത്തെ വൈറ്റാട്ടികളും ഇക്കാലത്തെ ഡോക്ടർമാരും പറയാറുണ്ട്. ഒരു ജീവനെ തൂക്കിലേറ്റുക. ചേതന പോലെ ഒരു പെണ്ണിന് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. ഒരാളെ കൊല്ലുന്നതിൽ പാപബോധം തോന്നുന്നില്ലേ? ഞാൻ കൊല്ലുന്നില്ല, ലിവർ വലിക്കുന്നതേയുള്ളൂ. ഒഴിഞ്ഞു മാറുകയാണോ? പ്രതിക്കെതിരെ അന്വേഷണം നടത്തി ശിക്ഷ വിധിച്ചത് ഗവൺമെന്റിന്റെ കോടതി. അത് ശരിവെച്ചത് ഗവൺമെന്റിന്റെ തലപ്പത്തെ രാഷ്ട്രപതി. പ്രതിയെ സൂക്ഷിക്കുന്നത് ഗവൺമെന്റ് നടത്തുന്ന ജയിൽ. ഒടുവിൽ രാവിലെ 4:30 മണിക്ക് കൃത്യനിർവഹണത്തിനായി ഒരു ചുവന്ന തൂവാല താഴെയിടുന്നത് പോലും ഗവൺമെന്റ് നിയോഗിച്ച മജിസ്ട്രേറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണോ പറയുന്നത്? തെറ്റും ശരിയും എങ്ങനെ തിരിച്ചറിയാനാവും? അഥവാ തെറ്റായാൽ തന്നെ നിലവിലുള്ള വ്യവസ്ഥയിൽ തെറ്റല്ല എന്ന് ഭരണകൂടവും നീതിപീഠവും പറയുന്നു. എന്നെപ്പോലെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പെണ്ണിന് അത് വിശ്വസിക്കുകയേ മാർഗമുള്ളൂ. വളരെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളുമായി ചേതന ഘൃതാമല്ലിക് നമ്മളോടൊപ്പം ഉണ്ടാവും. ചേതനയുമായി സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നാളെ ഇതേ സമയം വിളിക്കാവുന്നതാണ്. ചേതന, ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ പോയിക്കോളൂ. വേണ്ട, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. ചേതനയുടെ അച്ഛൻ AVA ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് സത്യമാണോ? ആണെങ്കിൽ അവർക്ക് TRP ഉയരാതെ നോക്കേണ്ടത് ചേതനയുടെ ജോലിയാണ്. അച്ഛനിൽ നിന്നും കിട്ടാത്തതെന്തെങ്കിലും ചേതനയിൽ നിന്നും ലഭിക്കണം. আমারে তুমি আশীষ করেছো এমনি লীলা তবু আমারে তুমি আশীষ করেছো এমনি লীলা তবু. കുറച്ച് സ്വസ്ഥത തരുമോ? നേരെ ഉച്ചയായിട്ടും കിടന്നിറങ്ങുന്നോ പെണ്ണുങ്ങള്? ഇന്ന് മുഴുവൻ ഞാൻ ഉറങ്ങാൻ പോവാ. അയ്യോ, അപ്പൊ ടിവിയിൽ പോകണ്ടേ? പോകാതിരുന്നാൽ അവർ തരാമെന്നേറ്റ് പൈസ തരാതിരുന്നാലോ മോളെ? അത് കിട്ടിയിട്ട് വേണം ഈ പൊട്ടിയ ഷീറ്റൊന്ന് മാറ്റാൻ. മഴ പെയ്തപ്പോ കണ്ടില്ലേ, എല്ലായിടത്തും വെള്ളമായി. അവര് പൈസ മുഴുവൻ തരട്ടെ, എന്നിട്ട് പോവാം. അവസാനം തന്നില്ലെങ്കിലും. നിനക്ക് പനി പിടിച്ചോ ചെയ്തു? കുട്ടിക്കാലം മുതലേ
നിനക്ക് തുറന്നു സംസാരിക്കുന്ന പ്രകൃതമില്ലല്ലോ. പെണ്ണുങ്ങൾ അവരുടെ വിഷമം പുറത്തു പറയരുതെന്ന് ചെറുപ്രായത്തിലെ എനിക്ക് കിട്ടിയ പാഠമാണ് രാമൂദ. വളരെ വൈകിയതിനു ശേഷമുള്ള തുറന്നു പറച്ചിലുകൾ കൊണ്ട് പല പ്രാവശ്യം നീ നിന്നെ തന്നെ അപമാനിച്ചിട്ടുണ്ടല്ലോ ചെയ്തു. നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങള് എല്ലാ കാലത്തും പെണ്ണുങ്ങൾ മൂലമാണ് വിഷമിച്ചിട്ടുള്ളത്. പക്ഷേ മനസ്സിലടങ്ങാത്ത വിധം വലിയ വിഷമം തോന്നിയാലോ? ഓ, അതിനും മാത്രം എന്ത് വിഷമമാണ് വീട്ടിലിരുന്ന് ഉണ്ടുറങ്ങിക്കഴിയുന്ന പെണ്ണുങ്ങൾക്കുള്ളത്. കൊച്ചുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന പാടൊഴിച്ച പെണ്ണിനെന്താ വിഷമം? ധാക്കുമാക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ലേ? വിഷമമൊക്കെ വിഷമമാകുന്നത് അത് വിഷമമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ്. ലോകമുണ്ടായ കാലം തൊട്ട് നമ്മൾ ആരാചാരന്മാരുണ്ടായിരുന്നു. ആരാചാരില്ലാതെ രാജാക്കന്മാരാകട്ടെ, ചക്രവർത്തിമാരാകട്ടെ, ബ്രിട്ടീഷുകാരാകട്ടെ, അത് കഴിഞ്ഞു വന്ന സർക്കാരാകട്ടെ, ആർക്കും നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല മോളെ. അച്ചാച്ചൻ ഠാക്കുമായെ സ്നേഹിച്ചിരുന്നില്ലേ? പുരുഷന്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും രണ്ടാണ്. ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷനെ സ്നേഹിക്കാൻ കഴിയൂ. സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ സാധിക്കും. ചേതന മോളെ, നിനക്കെന്താ അസുഖം? പനിയാണച്ച. എന്തായാലും നീ ചാനലില് എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ചെയ്തു, നമ്മുടെ അനുഭവങ്ങളാണ് അവർക്ക് വേണ്ടത്. ഇത്രയേ ഉള്ളൂ എന്ന മട്ടിലെല്ലാം പറഞ്ഞു തീർക്കരുത്. അങ്ങനെ തീർന്നു എന്ന് തോന്നുന്ന നിമിഷം നിന്നെ അവർക്ക് വേണ്ടാതാകും. മോളെ, പറയാൻ ചിലത് ബാക്കിയുണ്ടെന്ന തോന്നലുണ്ടാവുമ്പോഴേ മനുഷ്യർ നമ്മളെ ബഹുമാനിക്കൂ. അതവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അച്ഛാ, ചേതുവിന് അയാളെ ഇഷ്ടമല്ല. വേണ്ടച്ഛാ, അയാൾ ശരിയല്ല. ചേതുവിനെ അയാൾക്ക് കൊടുത്താൽ നമ്മൾ പിന്നീട് ദുഃഖിക്കും. ഒരു വിവാഹം മൂലം ചേച്ചി എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഇവളെ കൂടി. അത് വേണ്ട. രാമു അവൻ മിടുക്കനാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ബന്ധമാണത്. ഈ നരകത്തിൽ നിന്ന് ഇവളെങ്കിലും രക്ഷപ്പെടട്ടെ. ചേതുവിന് അയാളെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നീ ചോദിച്ചു നോക്ക്. അയാള് വന്നെന്ന് തോന്നുന്നു. എന്താ ചേതന, എന്തുപറ്റി? അവൾക്ക് സുഖമില്ല, പനിച്ചു കിടക്കുക. പരിപാടി മുടങ്ങിയതിനെ ചൊല്ലി മാനേജ്മെന്റ് വളരെ അസ്വസ്ഥരാണ്. ഇന്നലെ ഗ്രന്ഥാദായുടെ പരിപാടിക്കായിരുന്നു റേറ്റിംഗ്. ഇന്ന് ചേതന വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ റേറ്റിംഗ് വീണ്ടും താഴെ പോകും. എനിക്ക് സുഖമില്ല, കണ്ടൂടെ നിങ്ങൾക്ക്? നമുക്കിടയിൽ ഒരു കരാറുള്ളത് മറന്നുപോയോ? കരാറ് തെറ്റിച്ചതിന് നിങ്ങൾ പോയി കേസ് കൊടുക്കും. ചേതന വന്നില്ലെങ്കിൽ അതെന്റെ ജോലിയെ ബാധിക്കും. നന്നായി പോയി. പണം വാങ്ങിയ സ്ഥിതിക്ക് ചേതന വരാതിരിക്കുന്നത് ധാർമ്മികമായി ശരിയല്ല. ധാർമ്മികതയുടെ കാര്യമൊന്നും നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. ബാക്കി പണം തരാതെ പരിപാടിയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, തരാമെന്ന് പറഞ്ഞ പണം വളരെ കുറവാണ് താനും. ബാക്കി പണം തൂക്കിക്കൊല കഴിയുന്ന ദിവസമേ തരാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ അത് തരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ വാക്ക് തന്നതാണല്ലോ. സഞ്ജീവ് കുമാറിന്റെ വാക്കിന് എന്ത് വിലയാണുള്ളത്? നിങ്ങളെപ്പോലെ സത്യസന്ധതയില്ലാത്ത ഒരുത്തനെയും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് നിങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല. ശരി, ഇതാ 4000 രൂപയുണ്ട്. ഇത്രയും പോരാ, എനിക്ക് നല്ല തുക വേണം. നോക്കൂ ചേതന, ഇത് കുട്ടിക്കളിയല്ല. ചേതനയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനലാണ് ഏറ്റവും അധികം ശ്രമം നടത്തിയത്. അതുമൂലം നിങ്ങൾക്കുണ്ടായ ലാഭമോ? ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. എന്റെ ക്ഷമയ്ക്കും നിങ്ങൾ എന്ത് വിചാരിച്ചു? എന്തു ആകാമെന്നോ? ഞാൻ നിങ്ങളുടെ കളിപ്പാട്ടമാണോ? എനിക്ക് പണത്തിനെ കുറവുള്ളൂ. പണത്തിന് വേണ്ടി ശരീരം വിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. കൊല്ലും ഞാൻ നിങ്ങളെ. ആണുങ്ങളോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്? അമ്മേ, ഇയാൾ പലതവണ എന്നെ ഉപദ്രവിച്ചു. ഓരോ തവണയും ക്ഷമിച്ചു. ഇനി വയ്യ, എനിക്ക് ഇയാളെ കാണണ്ട. കടന്നു പോയെന്റെ മുമ്പിൽ നിന്ന്. സഞ്ജീവ് ബാബു ക്ഷമിക്കണം. അവൾ സാരമില്ലമ്മേ, അവൾക്ക് അസുഖമായതുകൊണ്ടല്ലേ. എന്തായാലും അവൾ വിശ്രമിച്ചോട്ടെ. ഞാൻ ഇറങ്ങുന്നു.
ചേതന, നീ ഇന്ന് ചാനലിൽ പോകണം. അവര് പണം കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ പോയാ മതി. എനിക്ക് വയസ്സായി. അവർക്ക് ആവശ്യം ചെറുപ്പക്കാരെയാണ്. മാത്രമല്ല, നീ ഇപ്പൊ രാജ്യത്തിന്റെയും മുഴുവൻ ലോകത്തിന്റെയും സ്ത്രീശക്തിയുടെയും പ്രതീകമാണ്. എനിക്ക് വയ്യ അച്ഛ. ഒറ്റ അടിവെച്ചു തരും ഞാൻ. തർക്കുത്തരം പറയുന്നു. ഈ വീട്ടിൽ പെണ്ണുങ്ങളുടെ ശബ്ദം ഉയർന്നാലുണ്ടല്ലോ. അവരിപ്പോ 5000 തന്നു. ഇനി 5000 കൂടി തരും. എല്ലാം ആ കൊച്ചന്റെ മിടുക്കാണ്. അവന് നിന്നോട് ഇഷ്ടം തോന്നിയത് നമ്മുടെ ഭാഗ്യം. പണ്ട് ജാതിയായിരുന്നു വലിയ കാര്യം. രാജകുലത്തിൽ ജനിച്ച പിന്നെ പേടിക്കാനില്ലായിരുന്നു. പക്ഷെ ഇന്നത് പോരാ. കയ്യിൽ പണമുണ്ടോ എല്ലാം ഉണ്ട്. ഭഗവാൻ നിനക്കൊരു അവസരം തന്നിരിക്കുകയാണ്. അത് വേണ്ടെന്ന് വെക്കരുത് മോളെ. അത് ഞാൻ സമ്മതിക്കില്ല. ദിവസം ഇങ്ങെടുത്തു. നീ പോകണം. രണ്ട് സ്ത്രീകളുടെ ബന്ധം ആവിഷ്കരിക്കുന്ന ഗേൾ ഫ്രണ്ട് എന്ന സിനിമ ഇന്നലെ റിലീസ് ചെയ്തതിന്റെ വിവാദം രാജ്യത്തെവിടെയും തിരയടിക്കുകയാണ്. ഇന്നത്തെ ഹാങ് വുമൺ ഡയറിയിലും 2 സ്ത്രീകളുണ്ട്. യതീന്ദ്ര ബാനർജിയുടെ ഭാര്യ കോകിലയും ഏറ്റവും ഒടുവിൽ തൂക്കിക്കൊല്ലപ്പെട്ട രമേശ് ചന്ദ്രഘോഷിന്റെ അമ്മ പ്രതിമ ഘോഷും. കോകിലാദി, ഇനി വെറും 10 ദിവസമേ ഉള്ളൂ ആ കുങ്കുമപ്പെട്ടിന്റെ ആയുസ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഈ സമയം ഞാൻ നമ്മുടെ ആരാച്ചാരായ ചേതന ഗൃദ്ധാമല്ലിക്കിനെ സ്വാഗതം ചെയ്യുന്നു. വരൂ മിസ് ചേതന ഗൃദ്ധാമല്ലിക്. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ അടുത്ത് കാണുമ്പോൾ എന്തു തോന്നുന്നു കോകിലാദി നിങ്ങൾക്ക്? കോകില 2 കൈയും കൂപ്പി തൊഴുതുകൊണ്ട് പൊട്ടിക്കരയുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചേതന, കോകില എന്ന ഈ സ്ത്രീയെ അടുത്ത് കാണുമ്പോൾ എന്തു തോന്നുന്നു? വേദന. ജോലിയിൽ നിന്നും പിന്മാറണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കോകിലയും ചേതനയും മുഖാമുഖം കാണുമ്പോൾ നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: യതീന്ദ്ര ബാനർജിയെ വെറുതെ വിടണോ, തൂക്കിക്കൊല്ലണോ? പ്രേക്ഷകർക്ക് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാം. SMS അയക്കേണ്ട നമ്പർ 677. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. സഞ്ജീവ് ബാബു, വെൽ ഡൺ. ആ കരച്ചിൽ വളരെ നന്നായി. TRPയിൽ ഒരു 5 പോയിന്റ് കയറിയിട്ടുണ്ട്. ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്, കൂടുതൽ ചപ്പടാച്ചി അടിക്കാൻ നിൽക്കാതെ വെറുതെ അങ്ങ് കരയുന്നതാണ് നല്ലതെന്ന്. TV സ്ക്രീനിൽ സ്ത്രീയുടെ കണ്ണീരിനാണ് എപ്പോഴും വില. പ്രതിവാദി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തൂക്കിക്കൊല ചെയ്യപ്പെട്ട മകന്റെ അമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് യതീന്ദ്രനാഥിന്റെ തൂക്കിക്കൊലയെപ്പറ്റി എന്താണ് അഭിപ്രായം? അഭിപ്രായമോ? എന്തഭിപ്രായം? എന്റെ മകനെയും അവന്റെ കൂട്ടുകാരനെയും ഇവളുടെ അച്ഛൻ തൂക്കിക്കൊല്ലുമ്പോ എന്റെ അഭിപ്രായം ചോദിച്ചോ? വേണ്ട. അവനും അവന്റെ അച്ഛനുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമ്പോ എന്റെ അഭിപ്രായം ചോദിച്ചോ? തൂക്കിക്കൊന്ന എന്റെ മകന്റെയോ ജയിലിൽ കിടന്ന് മരിച്ച എന്റെ ഭർത്താവിന്റെയോ ശരീരങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്നോട് അഭിപ്രായം ചോദിച്ചോ? കൊല്ലം ഇത്രയും കഴിഞ്ഞ് ഇപ്പോഴെന്നോട് അഭിപ്രായം ചോദിക്കുന്നു. 70 വയസ്സായെങ്കിലും മൺവെട്ടി പിടിക്കുന്ന കയ്യായത്. അതുകൊണ്ട് ചപ്പയ്ക്കൊന്ന് കരിഞ്ഞാൻ. അതുതന്നെയാണ് പ്രതിവാദി ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കാലത്തിനു ശേഷം വധശിക്ഷ നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വധശിക്ഷ നിരോധിക്കരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവരെ ഇട്ട് നരകിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് തൂക്കിക്കൊല്ലുന്നത്. എന്റെ മകൻ മരിച്ചത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അവനിന്ന് ചത്തു ജീവിച്ചേനെ. അവന്റെ അച്ഛനെ കൂടി ജയിലിലിട്ട് കൊന്നതും നന്നായി. അതുകൊണ്ട് എനിക്ക് മേലുകീഴ് നോക്കണ്ട. നന്ദിയുണ്ട്. ഞങ്ങളല്ലല്ലോ, പോലീസ് കേസെടുക്കുകയും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തതുകൊണ്ടല്ലേ താങ്കളുടെ മകനെ തൂക്കിലേറ്റിയത്? അതെ, പോലീസും കോടതിയും. എതിർഭാഗത്ത് പണമുണ്ടായതുകൊണ്ട് പോലീസ് അവന്റെ പേരിൽ കേസെടുത്തു. നല്ല വക്കീലിനെ വെച്ച് വാദിക്കാൻ പണമില്ലാത്തതുകൊണ്ട് അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പക്ഷേ 6 പേരെയാണ് നിങ്ങളുടെ മകൻ കൊന്നത്, അതും ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ. അതെ, 6 പേരെ. എന്തുകൊണ്ട്? അന്വേഷിച്ചോ? സ്വന്തം പാടത്ത് കൃഷി ഇറക്കാൻ അവൻ
പണം പലിശയ്ക്ക് കടമെടുത്തു. ഒടുവിൽ പലിശക്കാരൻ കള്ളക്കണക്ക് പറഞ്ഞ് ഞങ്ങളുടെ ഭൂമി എല്ലാം തട്ടിയെടുത്തു. ചോദിച്ചപ്പോ ആളെ വിട്ട് എന്റെ മകനെയും അവന്റെ അച്ഛനെയും തല്ലി. അവനെ തടയാൻ നോക്കിയതാണ് അവന്റെ അച്ഛനും കൂട്ടുകാരനും. പക്ഷേ പിടിവലിക്കിടയിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളെ ഒന്നും നുള്ളി നോവിക്കുക പോലും ചെയ്യില്ല അവൻ. അവനെ ഭ്രാന്തനാക്കി. അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. കൊടും ക്രൂരത. അവസാനം ശിക്ഷ അവന് മാത്രമായി. തെറ്റ് ചെയ്തതായി തെളിഞ്ഞാൽ ശിക്ഷയുണ്ടാവും പ്രതിമാതി. അവനു വേണ്ടി ദയാഹർജി അയക്കാനോ സമരം ചെയ്യാനോ ആരും ഉണ്ടായില്ല. ഇപ്പോ യതീന്ദ്രനാഥ ബാനർജിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ശബ്ദമുയർത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്റെ മകൻ അവനുണ്ടായ വലിയൊരു നീതികേടിന് പകരം ചോദിക്കാൻ ചെന്നതായിരുന്നു. ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചതല്ല. അതേസമയം ബാനർജിയോ ഒരു കൊച്ചു പെണ്ണിനെ ദിവസങ്ങളോളം തക്കം വാർത്ത് നശിപ്പിച്ച് കൊന്നുകളഞ്ഞു. രണ്ടിലേതാണ് വലിയ തെറ്റ്? ഒരുപക്ഷെ ഈ ചോദ്യത്തിന് ചേതനയ്ക്ക് ഉത്തരം പറയാൻ കഴിയും. വിധി നടപ്പാക്കാനല്ലാതെ വിധിക്കാൻ ആരാച്ചാർക്ക് അവകാശമില്ല സഞ്ജീവ് ബാബു. എന്റെ മോനെ നീയൊക്കെ അല്ലടാ കൊന്നത്. നിന്റെയൊക്കെ വായി മണ്ണടിഞ്ഞ് നശിച്ചു പോട്ടെ. നിന്റെയൊക്കെ അമ്മമാർ ചോരപ്പെടുത്ത് ചാകട്ടെ. മനുഷ്യരെ തണുപ്പിക്കുന്നതിന് പകരം ഉഷ്ണിപ്പിക്കുന്ന കൊൽക്കത്തയിലെ മഴ പോലെയായിരുന്നു എന്റെ പ്രണയവും. സാന്ത്വനിപ്പിക്കുന്നതിന് പകരം അതെന്നെ പരിഭ്രാന്തയാക്കി. സഞ്ജീവ് കുമാർ മിത്രയുമായി ഞാൻ കൂടുതൽ അടുക്കുകയായിരുന്നു. സൈക്കിൾ റിക്ഷ ചെയ്തു. നീ എന്താണ് ചിന്തിക്കുന്നത്? നാലും കൂടുന്ന ഈ കവലകളിലെല്ലാം പണ്ട് തൂക്കുമരങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് നല്ലൊരു മരം മതിയായിരുന്നു ആരാച്ചാർക്ക് കുറ്റവാളിയെ കെട്ടിത്തൂക്കാൻ. പിന്നെ 2 മരച്ചില്ലകൾ നാട്ടി അതിനു കുറുകെ ഒരു കഴുക്കോലിൽ തൂക്കാൻ തുടങ്ങി. ശാസ്ത്ര പുരോഗതിയും വിപ്ലവ ചിന്തകളും തൂക്കുമരത്തെ സ്വാധീനിച്ചു. കഴുമരങ്ങളെക്കുറിച്ച് പറയാൻ പറ്റിയ നേരം. പ്രോഗ്രാമിനു വേണ്ടി ഒരു തൂക്കുമരം പണിയണ്ടേ? വേണം. കച്ചവടം. അതെ, കച്ചവടം. ഈ സന്ധ്യയിൽ ഞാൻ നിന്റെ മൃദുലമായി കൈവിരലുകൾ ഇങ്ങനെ തലോടി ചേർന്നിരുന്ന് അലസമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കഴുമരങ്ങളെയും കയർക്കുടുക്കുകളെയും കുറിച്ച് ദയവ് ചെയ്തിപ്പോൾ സംസാരിക്കരുത്. റിക്ഷ ഇവിടെ നിർത്തൂ. ഇതെന്റെ വീടാണ്. 19-ാം നൂറ്റാണ്ടിൽ പണിത വീടാണിത്. വീടിനുള്ളിലേക്ക് വരൂ. നീ എന്താണിപ്പോൾ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ഞാൻ നിന്നെ വേദനിപ്പിച്ചാൽ എന്റെ കഴുത്തിൽ എങ്ങനെയൊരു കുടുക്കിടാം എന്നല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതിനു ശേഷം നിന്റെ ചുണ്ടിൽ ആദ്യമായാണ് ഒരു പെണ്ണ് ആണിന് നൽകുന്ന പുഞ്ചിരി ഞാൻ കാണുന്നത്. അതിനർത്ഥം എന്റെ ഊഹം ശരിയാണെന്നല്ലേ? അല്ല. ഈ പൂവ് എന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. പറയൂ, നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് നിന്നെ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കണം. ഞാൻ മാപ്പ് ചോദിക്കുന്നു. നോക്കൂ ചേതന, ആദ്യമായാണ് ഞാൻ ആരോടെങ്കിലും മാപ്പ് ചോദിക്കുന്നത്. ഈ പൂവ് എനിക്കും പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ട അപരാജിത പൂക്കൾ. ഈ ലോകത്ത് പാവപ്പെട്ടവന്റെ സത്യസന്ധതയ്ക്ക് ഒരു വിലയുമില്ല. അത് തൂക്കിക്കൊടുത്താൽ അരിയും മീനും കിട്ടുകയില്ല. ചേതു മോളെ, ഈ വീട്ടിൽ ഞാൻ തീരുമാനിക്കുന്നതേ നടക്കുകയുള്ളൂ. എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷെ അത് ശരിയല്ലല്ലോ അച്ഛാ. ശരി തെറ്റുകൾ എനിക്കാണ് അറിയാവുന്നത്.
ഞാൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത്. അവസാന നിമിഷം കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് ആരാച്ചാരുടെ തൊഴിലിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തും. വായടക്കടി. കൃത്യം നടക്കാൻ ഇനി 3 ദിവസമേ ഉള്ളൂ. അത് ഓർമ്മ വേണം. ഈ 3 ദിവസങ്ങൾ കൊണ്ട് കഴിയുന്നത്ര പണം സമ്പാദിച്ചേ തീരൂ. മോളെ, നീ ചെറുപ്പമാണ്. ഈ വൃദ്ധൻ ഒരുപാട് ജീവിതം കണ്ടവനാണ്. ലോകത്ത് പാവപ്പെട്ടവന്റെ സത്യസന്ധതയ്ക്ക് ഒരു വിലയുമില്ല. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛൻ പറയുന്നത്? എന്റെ മോള് എന്റെ കാലു വാരിയോന്ന ശിവദേവ് ബാബു പോലും ചോദിച്ചത്. ഞാൻ ആരായി? പിന്നെ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? ക്യാമറയുടെ മുന്നിലിരുന്ന് പറയേണ്ടത് കുടുംബരഹസ്യങ്ങളല്ല. എന്താണോ പറയേണ്ടത് അത് മാത്രമാണ്. ചേതു, ഇനി ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്യരുത്. അത് നമ്മുടെ കരാറിന് എതിരാണച്ചാ. ശബ്ദിക്കരുത്. എങ്ങനെങ്കിലും ആ ചെക്കനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വിവാഹം നടത്തി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെങ്കിൽ പാരമ്പര്യവും പഴംപുരാണവും പറഞ്ഞ് എല്ലാവരും കൂടി നിന്റെ ജീവിതവും നശിപ്പിക്കും. അത് ശരി. അപ്പോ നീയാണല്ലേ അവളുടെ കൊച്ചു മനസ്സില് വിഷം നിറച്ചു കൊടുക്കുന്നത്? അവൾ കൊച്ചൊന്നുമല്ല, വിവാഹപ്രായം എന്നേ കഴിഞ്ഞു. അത് തള്ളമാരാണ് ഓർക്കേണ്ടത്. ഇപ്പൊ നേരം എത്രയായി? 9 മണി. ഈ നേരത്താണോ പ്രായപൂർത്തിയായ ഒരു പെണ്ണ് കുടുംബത്തില് വന്ന് കയറേണ്ടത്? അവൾ അവളുടെ ജോലിക്ക് പോയതല്ലേ. ജോലി 7:30 കഴിഞ്ഞു. ചേതനെ, ഈ ടാക്കുമ വീണ്ടും പറയുന്നു, നമ്മുടെ കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്ന ഒരു ബന്ധത്തിനും നീ തയ്യാറാകരുത്. അത് ബുദ്ധിമോശമാണ്. ചേതു, സൂക്ഷിക്കണം. അടുത്തവർ അകലുമ്പോഴും അകന്നവർ അടുക്കുമ്പോഴും ഒരുപാട് സൂക്ഷിക്കണം. നിന്നെ വിവാഹം കഴിക്കേണ്ടത് ആരാച്ചാരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെയാണ്. ആണിന്റെ ബലം അവന്റെ ധൈര്യമാണ്. അതില്ലാത്തവനെ വിവാഹം കഴിക്കുന്നതിലും ഭേദം ശരീരം വിൽക്കുന്നതാണ്. ആളെ കൊല്ലുന്ന ജോലിയല്ലേ ധാക്കൂമ? നാവടക്ക്. ആരാച്ചാർ ആളെ കൊല്ലുകയല്ല, നീതി നടപ്പാക്കുകയാണ്. ലോകത്ത് പലതരം നീതിയുണ്ട് ധാക്കൂമ. അതിലാരുടെ നീതിയാണ് നാം നടപ്പിലാക്കുന്നത്? ജനങ്ങളുടെ നീതി. വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവെയാണ് സ്റ്റേ വന്നത്. അതിന് തൊട്ടടുത്ത ദിവസം വീട്ടിൽ അച്ഛനും ചിറ്റപ്പനും തമ്മിൽ അടിപിടിയുണ്ടായി. അതിൽപ്പെട്ട് കട്ടിലിൽ നിന്നും ദൂരേക്ക് തെറിച്ചു വീണ രാമൂത ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായി. അത് രാമൂതായുടെ അവസാന ദിവസങ്ങളായിരുന്നു. രാമു ബോധം മറ്റ് കിടക്കുന്ന കണ്ടില്ലേ? ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട് വേദന അറിയാതെ എത്രയും വേഗം പോയാ മതിയായിരുന്നു. ഞാനുള്ള കാലത്തോളം ഇവനെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആളുണ്ട്. അത് കഴിഞ്ഞാലോടി. ഞാനില്ലേ അമ്മേ? നിന്റെ ഭാവി നീയായിട്ട് നശിപ്പിക്കരുത്. നമ്മളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് വിവാഹം ഒരു രക്ഷാമാർഗമാണ്. കിടക്കാനൊരു കൂര, ഭക്ഷണം. അയാൾ എന്നെ സ്നേഹിക്കുന്നില്ലമ്മേ. നോക്കുമോളെ, പുരുഷന്മാർ ദൈവങ്ങളെ പോലെയാണ്. ആരെങ്കിലും കാൽക്കൽ വീണ് യാചിക്കാനോ 3 നേരം പൂജിക്കാനോ ഇല്ലെങ്കിൽ അവന്മാർ വെറും കല്ലുകളാണ്. അതുകൊണ്ട് അവനെ വിടരുത്. നീ മുറുക്കി പിടിക്ക്. രക്ഷപ്പെട്ട് പോവാൻ നോക്കടി. ഇങ്ങോട്ട്. ഇതിനും അപ്പുറം ഒരു വലിയ ലോകമുണ്ട് ചെയ്തു. ഒരു വലിയ ലോകം. നിനക്ക് നീയായി ജീവിക്കാൻ കഴിയുന്ന ലോകം. അവിടെ എത്തണമെങ്കിൽ അവന്റെ താങ്ങ് വേണം. നീ അങ്ങനെ വിചാരിച്ചാ മതി. അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ടില്ലേ? അയാൾ ഒരാളല്ല, പല മനുഷ്യരാണ്. എന്നെ അർഹിക്കുന്നില്ലെന്ന് അയാൾക്കറിയാം. അതല്ലേ അയാൾ എന്നും പെണ്ണുങ്ങൾക്കായി സോനാഗച്ചിയിൽ പോകുന്നത്. നിന്റെ അച്ഛന്റെ ഹൃദയം ഓട്ട വീണ ചിരട്ട പോലെയാണ്, ഒരിക്കലും നിറയുകയില്ല. അതുകൊണ്ട് ഗംഗാ നദി സ്വന്തമായി കിട്ടിയാലും അയാൾക്ക് പ്രയോജനമില്ല. അമ്മേ, ദേ
രാമുദ കണ്ണു തുറന്നു. അമ്മേ. മോനെ രാമു, മോനെ. അച്ഛാ, ഓടി വരൂ. രാമുദ. അയ്യോ, മകനെ, പോയി വരൂ. പേടിക്കരുത്. ഭഗവാനെ, നീ അവനെ തിരിച്ചെടുത്തു. ഇനി അവന്റെ ആത്മാവിനെ നീ കാത്തുരക്ഷിക്കും. രാമുദായുടെ ശരീരം മുഴുവൻ എരിഞ്ഞു തീരും വരെ ഞാൻ ഗംഗാതീരത്ത് കാത്തിരുന്നു. പൂജാദ്രവ്യങ്ങൾ കിടന്നഴുകി വൃത്തികേടായ ഗംഗയ്ക്ക് ജീർണിച്ച ശവത്തിന്റെ ദുർഗന്ധമായിരുന്നു. ഗംഗയുടെ ഓളങ്ങളും ചിതയിലെ അഗ്നിയും ആകാശത്തേക്കുയർന്ന പുകയുമെല്ലാം പിന്നിലേക്ക് ചലിച്ചു. പിന്നിലേക്ക്, മണ്ണിലേക്ക്, വായുവിലേക്ക്, ജലത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക്. ഫണീത അറിഞ്ഞോ? യതീന്ദ്ര ബാനർജിയുടെ ദയാഹർജി തള്ളിയിരിക്കുന്നു. ഏത് നിമിഷവും വധശിക്ഷ നടപ്പാക്കിയേക്കാം. ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കാമവൃത്തി ചെയ്തു കൊന്ന മഹാപാപിയല്ലേ അവൻ. തൂക്കിക്കൊല്ലുക തന്നെ വേണം. വലിയ നാണക്കേടായി പോയില്ലേ? നമ്മൾ ഇത്രയും കൊട്ടിഘോഷിച്ചിട്ട് അവസാനം നടക്കാതെ വന്നതുകൊണ്ട് എന്റെ കുടുംബം അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ടിവി കാരണം ഞങ്ങളത് പ്രശസ്തരായി പോയില്ലേ? നിങ്ങളുടെ പ്രശസ്തി ഇരട്ടിയാവാൻ പോവുകയാണ്. അവൻ കൊന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെ ഞങ്ങൾ തപ്പിയെടുത്തു. മുംബൈയിലെ ഫ്ളാറ്റില് അവർ വിഷം കഴിച്ച് മരിച്ചു കിടന്നുവെന്ന് വാർത്ത ഉണ്ടായിരുന്നല്ലോ. ഇല്ല, അത് നുണ. ഏതോ പത്ര റിപ്പോർട്ടർ കഥയടിച്ചു വിട്ടതാണ്. ചേതന എവിടെ? ഹാങ് വുമൺ ഡയറി ഇന്ന് തന്നെ തുടങ്ങണം. ചേതു മോളെ, അവൻ വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. വേണ്ടെന്ന് പറയരുത്. എനിക്ക് ഇനി ആകെയുള്ളത് മോള് മാത്ര. നീ രക്ഷപ്പെട്ട് കാണാൻ ഈ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നീയും കേൾക്കണം. എന്താച്ചാ? വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നത്. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കില്ല, അതല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഷ്ടിക്ക് വകയില്ലാത്തവളാണ്. മാസം തോറും കിട്ടുന്ന 150 രൂപയ്ക്ക് വേണ്ടി 10-15 വർഷം കൂടുമ്പോ ഒരുത്തരെ കൊല്ലാൻ മടിക്കാത്ത ഒരുവന്റെ മകൾ. നിങ്ങളുടെ കണ്ണ് കച്ചവടത്തിലാണ്. എന്ത് കച്ചവടം? മനുഷ്യരെ എങ്ങനെയൊക്കെ കൊല്ലാമെന്ന് ഞങ്ങൾക്കറിയുന്നത് പോലെ സ്ത്രീകളെ എങ്ങനെയൊക്കെ വിൽക്കണമെന്ന് നിങ്ങൾക്കും പരമ്പരാഗത ജ്ഞാനം ഉണ്ടല്ലോ. വാട്ട് യു മീൻ? എങ്കിൽ പിന്നെ എന്തിനാണ് ചേതന എനിക്ക് ആശ തന്നത്, എന്നെ ചുംബിക്കാൻ അനുവദിച്ചത്, എന്റെ കിടപ്പറയിൽ കടന്നു വന്നത്? തന്തയ്ക്ക് പിറക്കാത്തവളൻ കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? കോട്ടകളെ ഞാൻ. അപ്പൊ ചേച്ചിയും രാമുദായും ഞാനും കൂടിയാവുമ്പോ 454 പേരെ കൊന്ന ചരിത്ര പുരുഷനാവും അല്ലേ അച്ഛാ? എങ്ങനെ സംസാരിക്കണമെന്നറിയാത്ത ശവമേ, നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ചേതു ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല താക്കുമ്മ. ഇങ്ങോട്ട് നോക്ക്. നീ അവന്റെ കൂടെ കിടന്നിട്ടുണ്ടോ? ലക്ഷണം കണ്ടിട്ട് ഒരു പെണ്ണിനെ സ്നേഹിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അറിയുന്നവനാണവൻ. മനസ്സുകൊണ്ട് മാത്രമല്ല, സ്ത്രീയും പുരുഷനും ചേരേണ്ടത് ശരീരങ്ങൾ കൊണ്ടും വേണം. ഈ കട്ടിലിലാണ് നിന്റെ ജ്യേഷ്ഠൻ രാംദേവ് കിടന്നിരുന്നത്. അവനാണെങ്കിൽ നിന്നെ ജീവനുമായിരുന്നു. വിട്ടുപോകാൻ സമ്മതമില്ലാത്ത ആത്മാവ് മുറുകെ പിടിക്കുമ്പോ ജീവിച്ചിരിക്കുന്നവർക്ക് സമനില തെറ്റും. രാമുദായുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണ് താക്കുമ്മ. മറ്റൊരാളുടെ മരണത്തിന് കാരണമാകാൻ ആർക്കും പറ്റില്ല കുട്ടി.
ഉപകരണമാകാനേ നമുക്ക് സാധിക്കൂ. ആ സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടതിൽ ദുഃഖമില്ലേ താക്കോമ? അത് നമ്മുടെ ചരിത്രത്തിന്റെ തെളിവായിരുന്നില്ലേ? ദരിദ്രർക്ക് എന്തിനാണ് ചരിത്രം ചെയ്തു? എന്നിട്ടാണോ താക്കോമ അത് തിരഞ്ഞു കഷ്ടപ്പെട്ടത്? തിരഞ്ഞു നടന്നത് അത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ മാത്രമായിരുന്നു. ഇപ്പൊ ഉറപ്പായി. ഇനി ദുഃഖിച്ചിട്ടെന്ത് ഫലം? എങ്കിൽ ആ സ്വർണ്ണ നാണയത്തെ ഓർത്ത് താക്കോമ ദുഃഖിക്കണ്ട. ഇതാ. എങ്ങനെ കിട്ടിയത്? സഞ്ജീവ് ബാബുവിന്റെ കൈവശം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ അവന്റെ കയ്യിൽ? കാക്കു വിറ്റതാ, പണത്തിനു വേണ്ടി. അത് സുഖദേവോ? നിന്റെ കാളി ബഹുടി. കാക്കു, നീ എന്നോട് മിണ്ടിയിട്ട് എത്ര ദിവസമായി ചെയ്തു? ഈ സുഖദേവ് അത്രയ്ക്ക് നീചനാണോ? ആരാച്ചാരായതിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല കാക്കു. അത് പോട്ടെ, ആ സ്വർണ്ണ നാണയം എന്തിനാണ് സഞ്ജീവ് കുമാറിന് കൊടുത്തത്? പുരാതന സാധനങ്ങൾക്ക് നല്ല വില കിട്ടുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാനത് സഞ്ജീവ് ബാബുവിനെ കാണിച്ചു. കണ്ടയുടൻ എന്ത് വിലയും തരാമെന്ന് അയാൾ പറഞ്ഞു. അതുമൂലമാണ് എന്റെ രാമുദ മരിച്ചത്. ഞാൻ കാരണമാണ് നമ്മുടെ രാമുവിന് അങ്ങനെ സംഭവിച്ചത്. തെറ്റിപ്പോയി ചെയ്തു, തെറ്റിപ്പോയി. പണ്ട് എനിക്ക് മരണത്തെയോ പോലീസിനെയോ പട്ടാളത്തിനെയോ ഭയമില്ലായിരുന്നു. മാവോയിസ്റ്റ് എന്ന പേരിൽ പോലീസുകാർ നഖത്തിൽ ആണിയടിച്ചു കയറ്റിയപ്പോഴും ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് തൊലി പൊള്ളിച്ചപ്പോഴും ആന്ധാരോഷ കൂലി എന്നു പാടി ഞാൻ ആ പഴയ എന്നെ ഇല്ല, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. കാക്കു പഴയ കാക്കു തന്നെയാണ്. അല്ല അല്ല മോളെ, മോളുടെ അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ കൊണ്ടൊരു കോഴിയെ കൊല്ലാൻ പോലും കൊള്ളുകയില്ല. അങ്ങനൊരുത്തനായി ഞാൻ അവസാനിച്ചു. ജോലിയുണ്ട് കാക്കു, ഞാൻ പോട്ടെ. അല്ല, എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല. എന്നെ ആരോ കഴുത്തിൽ കുടുക്കിട്ട് കെട്ടി വലിക്കുന്നത് പോലെ. എപ്പോഴും കഴുത്തും കുടുക്കും കയറും ഒക്കെ തന്നെ. എന്ത് ചെയ്യാൻ, ഞാൻ ജാതിയിൽ ആരാച്ചാരല്ലേ. പറഞ്ഞു കേട്ടും ടിവിയിൽ കണ്ടും മാത്രം ഞാൻ പരിചയിച്ചിട്ടുള്ള സരണികളും തെരുവുകളും എനിക്ക് നിങ്ങളോടൊപ്പം അനുഭവിക്കണം. എന്താണിപ്പോ പെട്ടെന്നൊരു സ്നേഹം? ഇത് സ്നേഹമൊന്നുമല്ല. സ്നേഹത്തോടെ അല്ലാതെ ശരീരത്തിൽ തൊട്ട ഒരു പുരുഷനെ ഏതെങ്കിലും പെണ്ണ് സ്നേഹിക്കൂ? ചേതന, നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മാത്രമാണുള്ളത്. നിങ്ങളുമായി അടുത്തതിനു ശേഷം ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ദിവസം നിങ്ങൾ കൊല്ലാൻ ഉത്തരവിടും, അടുത്ത ദിവസം കൊന്നയാൾക്ക് ശിക്ഷ വിധിക്കും. കൊല്ലുക കൊല്ലുക കൊല്ലുക, ഇത് മാത്രമേ നിന്റെ മനസ്സിലുള്ളൂ. നിനക്ക് മനോരോഗമാണ്. ഭീകരമായ പകർച്ചവ്യാധിയാണ് മനോരോഗം. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കണമെന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞതല്ലേ? നിന്റെ ശബ്ദത്തിൽ നിറയെ വെറുപ്പാണ് ചേതന. നിങ്ങൾ പുരുഷന്മാർക്ക് വേദനയോടെ സ്വയം സമർപ്പിക്കുന്നവരെ കണ്ടു മടുത്തില്ലേ? ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ആ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നെ അനുഭവിക്കുക എന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. അതെന്റെ ആത്മാവിന്റെ ആവശ്യമാണ്. ഞാൻ സ്നേഹിച്ചതും സ്നേഹം ആഗ്രഹിച്ചതുമായ ഒരു പുരുഷൻ എത്രക്കാരനാണെന്ന് മനസ്സിലാക്കാതെ മരിച്ചുപോയ നിങ്ങളുടെ പിതാമഹന്മാരുടെ ചരിത്രം അറിയാമോ നിങ്ങൾക്ക്? ഇല്ല. സിലോണിലേക്ക് അരി കടത്താൻ ഇവിടെ എത്തിയ നിങ്ങളുടെ പിതാമഹന് ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? തൂക്കിക്കൊന്നു. എന്തിന്? മോഷണക്കുറ്റത്തിന്. തലശ്ശേരിക്കാരനായ ഒരു വ്യാപാരിയുടെ സ്വർണം മോഷ്ടിച്ചു അയാള്. പച്ചക്കള്ളം. ചരിത്ര സത്യമാണത്. തൂക്കിക്കൊല എന്റെ കുലത്തൊഴിലാകുന്നത് പോലെ
മോഷണം നിങ്ങളുടെയും കുലത്തൊഴിലാണ്. എന്റെ പിതാമഹന്മാരെ കുറിച്ച് നീ ഇനി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ എന്റെ നിയന്ത്രണം വിടും. കണ്ണടച്ചിരുട്ടാക്കാൻ എളുപ്പമാണ് സഞ്ജീവ് ബാബു. അദ്ദേഹം മോഷ്ടിച്ചിരുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അദ്ദേഹം മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടിരുന്നു. അത് രേഖകളിലുണ്ട്. എനിക്ക് ഓഫീസിലെത്തണം. വളരെ അത്യാവശ്യമാണ്. നീ വരുന്നോ? ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ. ഇത് ചുവന്ന തെരുവാണ്. സന്ധ്യ മയങ്ങുന്നു. എന്നെപ്പറ്റി ആവലാതിപ്പെടാതെ സഞ്ജീവ് ബാബു പൊയ്ക്കോളൂ. പക്ഷേ എനിക്ക് നിങ്ങളോട് ഇനിയും സംസാരിക്കണം. സംസാരിക്കേണ്ടത് എന്നോടല്ല, ലോകത്തോടാണ്. അതിന് നീ തയ്യാറുമല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. നീയും നിന്റെ അച്ഛനും എന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ച് എനിക്കിപ്പോഴും വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇരയായിട്ടാണോ ദാസിയായിട്ടാണോ നിങ്ങൾ എന്നെ കാണുന്നത്? നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? ഇണയായിട്ട്. ശരി, എനിക്ക് തിരക്കുണ്ട്. ഞാൻ ഇറങ്ങുന്നു. നിൽക്ക്. ഇതേത് സ്ഥലമാണെന്നറിയാമോ നിനക്ക്? സോനാഗച്ചി തെരുവ്. നീ എന്തിനിവിടെ വന്നു? സഞ്ജീവ് ബാബുവിനെ കാണാൻ. വരൂ, ചായ കുടിച്ചിട്ട് പോകാം. എനിക്ക് പോവാൻ ധൃതിയുണ്ട്. കുറച്ചൊന്നിരുന്നിട്ട് പോകാം. പക്ഷേ നിങ്ങളാരാണെന്ന് എനിക്കറിയില്ല. എന്റെ പേര് ത്രൈലോക്യദേവി എന്നാണ്. ത്രൈലോക്യദേവി? ത്രൈലോക്യദേവി, നിങ്ങളുടെ വീട് എവിടെയാണ്? 6 തലമുറയായി ഇതാണെന്റെ വീട്. ഞാൻ ആഗ്രാവാലിയാണ്. ആഗ്രാവാലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ല. ഞങ്ങൾ അപ്സരസുകളുടെ വംശത്തിൽ പിറന്നവരാണെന്ന് സങ്കല്പം. ലോകത്ത് ഏറ്റവും പാപികളായ പുരുഷന്മാർ രതിയുടെ ആനന്ദമറിയാതെ മരിച്ചു പോകുന്നവരാണ്. അത്തരക്കാർ അടുത്ത ജന്മം കൂടുതൽ ക്രൂരന്മാരും നീചന്മാരുമായി പിറക്കും. ലോകത്ത് പാപികൾ ഉണ്ടാകാതിരിക്കാൻ ദേവന്മാർ ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചു. ആഗ്രയിൽ മുഗള രാജാക്കന്മാരുടെ സദസ്സിലെ നർത്തകികളായിരുന്നു ഞങ്ങൾ. ഇവിടുത്തെ സ്ത്രീകളെല്ലാവരും ശരീരം വിൽക്കുന്നവരാണ് അല്ലേ? അല്ല, എല്ലാവരും അങ്ങനെയല്ല. ഞങ്ങൾ ആഗ്രാവാലികൾ ശരീരം വിൽക്കാറില്ല. ആത്മാവ് പങ്കുവയ്ക്കുകയുള്ളൂ. ഇവിടെ നിന്നിറങ്ങിപ്പോകുന്ന ഒരാൾക്കും പിന്നീട് ഒരിക്കലും ഒരു പെണ്ണിനെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വേദനിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ ജനിച്ചു വളർന്ന ഒരു പുരുഷൻ അങ്ങനെയല്ലല്ലോ. സഞ്ജീവിനെക്കുറിച്ചാണോ നീ പറയുന്നത്? അതെ. അവൻ ജനിച്ചു വളർന്നത് അവന്റെ അച്ഛന്റെ നാട്ടിലായിരുന്നു. അവന്റെ മനസ്സ് ഇടുങ്ങിയതാണ്. അവൻ ആനന്ദിക്കാൻ അറിഞ്ഞുകൂടാ. നിഷ്ഠൂര മനസ്സാണ് അവന്റേത്. അവന്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. ത്രൈലോക്യാദി, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? അവൻ എന്റെ മകനാണ്. സഞ്ജീവ് കുമാർ മിത്രയുടെ അമ്മയാണോ? എന്താ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഈ വയറ്റിലെ ചൂടേറ്റാണ് അവൻ വളർന്നത്. അമ്മ മരിച്ചുപോയി എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. ഒരാൾ യഥാർത്ഥത്തിൽ ഏത് വിധമാണ് മരിക്കുന്നതെന്ന് ആർക്ക് പറയാൻ കഴിയും? ചേതന, പൊയ്ക്കോളൂ. നമുക്ക് വീണ്ടും കാണാം. ചേതനാദി, എന്താ? എന്തു പറ്റി? വീട്ടിലെന്തോ ബഹളം നടക്കുന്നുണ്ട്. ഫണിതായും സുഖദേവും തമ്മിൽ അടിപിടി നടന്നു. കുത്തും വെട്ടുമൊക്കെ നടന്നെന്നാ കേൾക്കുന്നത്. എന്താ വരുന്നു? എന്താ അമ്മേ, എന്താ ഉണ്ടായത്? അയ്യോ, നിന്റെ അച്ഛനും കാക്കുവും തമ്മിലായിരുന്നു വാക്കുതർക്കം. അവർക്കിടയിൽ കാക്കുമായും ചെന്ന് പെട്ടു. അടുക്കളയിൽ നിന്നും വെട്ടുകത്തിയെടുത്ത് നിന്റെ അച്ഛൻ ആദ്യം വെട്ടിയത് കാക്കുമായുടെ കഴുത്തിലാണ്. തടയാൻ ചെന്ന് കാക്കുവിനെയും വെട്ടി. രാണിയും ചെമ്പയും എവിടെ? അവർ അപ്പുറത്തുണ്ട്. അമ്മേ, എന്തിനാ അച്ഛനിങ്ങനെ ചെയ്തത്? നിന്റെ അച്ഛന് മാത്രമേ അതറിയൂ. നല്ല വിഷ്വൽസ് എടുത്തോ? ആ കുട്ടികളുടെ വിഷ്വൽസ് എടുത്തോളൂ. ചേതന, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേ തീരൂ. നിങ്ങൾ മാത്രമാണ് കാരണം. ഞാനോ? നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്തു? ചേതന, ഒരു നിമിഷം. മരിച്ചുപോയ ഈ സുഖ്ദേവ് ഘൃതാമല്ലിക് മുമ്പൊരു നക്സലൈറ്റ് ആയിരുന്നു അല്ലേ? ചേതനയുടെ അച്ഛനെ രക്ഷിക്കാൻ ഒരു നല്ല മാർഗമുണ്ട്. സുഖ്ദേവ് ഘൃതാമല്ലിക് ഒരു മാവോയിസ്റ്റ് ആണെന്ന് ചേതന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ മതി.
ജയിലിൽ കിടന്നിട്ടുള്ള മാവോയിസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തെയും ഭാര്യയും കൊലപ്പെടുത്തിയത്. എന്താ നിസ്സാരമായ അച്ഛനെ നമുക്ക് രക്ഷിക്കാൻ ചെയ്തരാ? മോളെ ചെയ്തു ഒന്നിങ്ങു വരൂ. എന്താ താക്കുമ്മ? അവൻ എന്താ നിന്നോട് അടക്കം പറയുന്നത്? അവൻ എങ്ങനെ നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കും? നീ വെറുമൊരു പെണ്ണല്ലല്ലോ, ആരാച്ചാരല്ലേ. നിന്നെ വിവാഹം കഴിക്കാൻ വെറുമൊരു പുരുഷൻ പോരാ. നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? നൊന്തുപെറ്റ മകൻ കഴുത്തു മുറിഞ്ഞ് മരിച്ചിട്ടും അവർ പറയുന്ന വർത്തമാനം കേട്ടില്ലേ? ഒരു മകൻ മരിച്ചു, മറ്റേ മകൻ ജയിലിൽ പോയി. എന്നിട്ട് ഒരു തുള്ളി കണ്ണുനീരുണ്ടോ നിങ്ങളുടെ കണ്ണില്? വയസ്സിത്രയായില്ലേ പെണ്ണെ, എല്ലാ ജീവിതവും ഒന്നല്ലേ, എല്ലാ മരണവും ഒന്നല്ലേ, പിന്നെന്തിന് കരയണം? ഫണിഭൂഷൺ കൃതാദ, നിങ്ങൾ എന്തിനാണ് ഈ കൃത്യം ചെയ്തത്? എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ടായിരുന്നു സഞ്ജയ് ബാബു. എന്നാലും സ്വന്തം കൂടപ്പറപ്പിനെ വെട്ടിയറിയുക എന്ന് വെച്ചാൽ? സംഭവിച്ചു പോയി. എനിക്ക് ദുഃഖമുണ്ട്. മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ ഇളവ് കിട്ടാതിരിക്കുമോ? എനിക്ക് വയസ്സ് 88 ഇതുവരെയുള്ള എന്റെ ജീവിതം നീതി നിർവഹണത്തിന് വേണ്ടിയായിരുന്നു. ഇനി ഈ വയസ്സാം കാലത്ത് നീതി അട്ടിമറിക്കാൻ ഞാൻ ശ്രമിക്കണോ? ഇരട്ടക്കൊലക്കേസ് ഫണിത, തൂക്കുമരം കിട്ടിയാലോ? തൂക്കുമരം കിട്ടണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം എന്നെപ്പോലെ ഒരാളെ തൂക്കിലേറ്റുന്നത് സമൂഹത്തിന് വളരെ നല്ലൊരു സന്ദേശം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മുഖം മൂടിയിടുന്നതും കുടുക്കിടുന്നതും ലിവർ വലിക്കുന്നതും സ്വന്തം മകളായ ചേതന ഗൃഥാമല്ലിക്കായാലോ? പുല്ലിനും പുഴുവിനും വരെ മരണമുണ്ട്. ആരാച്ചാരായി ജോലി ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ടത് അതാണ്. അങ്ങനെ 451 പേരെ തൂക്കിക്കൊന്നതായി അഭിമാനിക്കുന്ന പ്രസിദ്ധനായ ആരാച്ചാർ ഫണിഭൂഷൺ ഗൃഥാമല്ലിക് ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലായത് ഒരു വലിയ ആന്റി ക്ലൈമാക്സ് ആണെന്ന് പറയാതെ വയ്യ. ഗൃഥാമല്ലിക് ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കൈകളാൽ മരിക്കേണ്ട യതീന്ദ്രനാഥ് ബാനർജിക്കൊപ്പം തടവ് അനുഭവിക്കേണ്ടി വന്നേക്കും. അച്ഛന്റെയും ഇളയച്ഛന്റെയും സഹായമില്ലാതെ ഈ കൃത്യം ഒറ്റയ്ക്ക് നിർവഹിക്കാൻ ചേതന ഗൃഥാമല്ലിക് തയ്യാറാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കണ്ടോ കണ്ടോ, ആ മനുഷ്യൻ എന്തെങ്കിലും വിഷമോ മനസാക്ഷി കുത്തോ ഉണ്ടോ? ചെയ്തത് ചെയ്തു. ഇനി അതിന്റെ പേര് കുട്ടികളെ പോലെ കരയണമെന്നാണോ നീ പറയുന്നത്? നിങ്ങൾക്ക് ഹൃദയം എന്നതുണ്ടോ? നൊന്തുപെറ്റ മകനെ കൊന്നു തള്ളിയ ഒരുത്തനോട് നിങ്ങൾക്ക് അല്പം പോലും ദേഷ്യമില്ലേ? പണിയെയും ഞാൻ നൊന്തുപെറ്റതല്ലേ മോളെ ചെയ്തു. നീ എന്റെ പേരക്കുട്ടിയല്ലേ. മരണമെന്ന് കേട്ടാൽ നീ മനസ്സിനുള്ളിൽ ഉറക്കെ ചിരിക്കണം. അത് കൊന്നതാണെങ്കിലും ചത്തതാണെങ്കിലും എല്ലാം വിധിയാണ്, വിധി. പിന്നെ വിധി പോലും. ഓരോ ദുഷ്ടത്തരങ്ങൾ ചെയ്തിട്ട് വിധിയാണ് പോലും. നീ എവിടെ പോയിരുന്നു? ആലിപ്പൂർ ജയിലിൽ. അത് കഴിഞ്ഞ് ചാനലിൽ. എല്ലാം സ്വയം തീരുമാനിക്കാനുള്ള പ്രാപ്തിയായോ നിനക്ക്? അച്ഛനോട് അനുവാദം ചോദിക്കാൻ പോലീസുകാർ അനുവദിച്ചില്ല. ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായതുകൊണ്ട് കൃത്യം നടത്താൻ അവർ അച്ഛനെ അനുവദിക്കുകയില്ല. എന്നാര് പറഞ്ഞു? എത്രയോ രാജ്യങ്ങളിൽ കൊലക്കേസ് പ്രതികളെ കൊണ്ട് തന്നെയാണ് തൂക്കിക്കൊല നടത്താറുള്ളത്. ഇവിടെ അത് നടക്കില്ല, അനുവദിക്കില്ല. എന്തുകൊണ്ട്? ഞാനല്ലല്ലോ അച്ഛാ തീരുമാനിക്കുന്നത്. നീ ജോലി ഒഴിയുമെന്ന് ഭീഷണിപ്പെടുത്തണമായിരുന്നു. തൂക്കിക്കൊല എന്നത് നിസ്സാര കാര്യമാണോ? തനിച്ച് നിനക്കത് ചെയ്യാൻ കഴിയുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? അച്ഛനത് തനിച്ച് ചെയ്തിട്ടില്ലേ? എടീ, ഞാനൊരു പുരുഷനാണ്, നീ വെറുമൊരു സ്ത്രീയും. മുഴുവൻ ലോകത്തിന്റെയും സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ് ഞാനെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്? പത്രക്കാരുടെയും ജനങ്ങളുടെയും മുമ്പിൽ അങ്ങനെ പലതും പറയേണ്ടി വരും. പക്ഷെ അത് പ്രാക്ടിക്കലായ കാര്യമല്ല. നീ ഒരു സ്ത്രീയാണെന്നും നിനക്കൊരുപാട് പരിമിതികളുണ്ടെന്നും നീ തിരിച്ചറിയണം. ഒരാളെ തൂക്കിക്കൊല്ലാൻ എനിക്കിപ്പോൾ ഒരു പരിമിതിയുമില്ല അച്ഛാ. ഒരു അസിസ്റ്റന്റായി നിന്റെ ഒപ്പം വരാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നീ ആദ്യമായാണ് ഈ ജോലി ചെയ്യുന്നത്. എനിക്ക് ഭയമുണ്ട്. എനിക്കൊരു ഭയം തോന്നുന്നില്ല അച്ഛാ.
ശരിക്കും നീ ഒരാളെ തൂക്കിക്കൊന്ന നിന്നെ പിന്നെ ആര് വിവാഹം കഴിക്കും? ആരാച്ചാറെന്ന് പറയുന്നതും ഒരാളെ തൂക്കിക്കൊല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദിവസം അടുക്കും തോറും എന്നെ അലട്ടുന്നത് അതാണ് മോളെ. ചെതു, ഈ അച്ഛൻ പറയുന്നത് കേൾക്ക്. അച്ഛന്റെ സഹായമില്ലാതെ ഈ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് നീ ഐജിയെയും മന്ത്രിയെയും അറിയിക്കണം. ഞാനും കൂടെ നിൽക്കാം. എങ്കിലേ ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയൂ. അത് വേണ്ടച്ചാ. പാളിപ്പോയാൽ, കയ്യൊന്നടച്ചാൽ നമ്മുടെ പരമ്പരയുടെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമാകും. പാളുകയില്ല, കൈ വിറയ്ക്കുകയില്ല. ഇതെനിക്ക് തനിയെ ചെയ്യണം. തൂക്കുമരത്തിന് സമീപം അച്ഛൻ കൈകെട്ടി മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഞാനാണിത് ചെയ്തതെന്ന് ആരും വിശ്വസിക്കില്ല. അവരെന്നെ ആരാച്ചാരെന്ന് ഒരിക്കലും വിളിക്കില്ല. മാത്രമല്ല, ഒരു സ്ത്രീയെ ഓടിച്ചിട്ട് കഴുത്തുവെട്ടിക്കൊന്ന പുരുഷന് മറ്റൊരു സ്ത്രീയെ ബലാത്കാരം ചെയ്തു കൊന്ന പുരുഷനെ കൊല്ലാൻ എന്താണ് യോഗ്യത? യതീന്ദ്രനാഥ് ബാനർജിക്ക് യോജിച്ച ആരാച്ചാർ ഞാൻ തന്നെയാണ്. എനിക്ക് ആരാച്ചാരുടെ മകളെന്ന പദവിയല്ല, ആരാച്ചാർ പദവി തന്നെയാണ് വേണ്ടത്. ശരി, നീ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഞാനിന്ന് മണൽച്ചാക്കുകൾ വിജയകരമായി തൂക്കി നോക്കി. ഇന്ന് രാത്രി കയർക്കുടുക്കുകൾ മിനുസപ്പെടുത്തും. പിന്നെ തടവ് പുള്ളിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാരുമായി ചർച്ച നടത്തും. ഐജിയെയും സൂപ്രണ്ടിനെയും കാണും. കൃത്യം കഴിഞ്ഞാലുടൻ കടലാസുകൾ ഒപ്പുവെക്കും. കിട്ടാനുള്ള പണം പണമായി തന്നെ വാങ്ങും. എന്നിട്ടെന്താ, വീട്ടിലേക്ക് തിരിച്ചു പോരും. എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ചാനലിൽ നിന്ന് എത്ര രൂപ കിട്ടി? അധികതാ തന്നേക്ക്. എനിക്ക് വക്കീലിനെ കാണണം. അച്ഛൻ കാക്കിമായെ കൊന്നതെന്തിനാണെന്ന് ആദ്യം പറയൂ. നീ അതറിയണ്ട. അത് ഞാൻ അറിയണ്ടെങ്കിൽ ഞാൻ സമ്പാദിച്ച പണം അച്ഛൻ പ്രതീക്ഷിക്കണ്ട. എന്താ നീ പറഞ്ഞത്? ധിക്കാരി, എന്തിനാണെന്ന് പറയൂ. എന്തിന്? എന്നെ കാക്കിമായെ കൊന്നത് എന്തിനാണെന്ന് പറഞ്ഞ പണം തരാം, ഇല്ലെങ്കിലില്ല. അച്ഛന് എനിക്കറിഞ്ഞേ തീരൂ. പാവം എന്റെ ചമ്പയുടെയും രാരിയുടെയും അമ്മ. എന്താ ഇവിടെ? കാക്കിമയെ കൊന്നത് എന്തിനാണെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പോ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ആർക്കറിയാം, അനിയന്റെ ഭാര്യ എന്നത് മറന്ന് അവളെയും കയറി പിടിച്ചു കാണും. നിന്നെ കൊന്നതേ ഞാൻ. ഒരു വേശി അനിയത്തിയെ കാണാൻ എനിക്ക് സാധ്യമല്ല. ഞാനവിടെ കാളികെട്ടില് കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാനത് സഹിക്കണമായിരുന്നു. അവൾ അങ്ങനെ പണം ഉണ്ടാക്കിയത് സുദേവനെ ചെന്നൈയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനാണ്. അതിനു വേണ്ടിയാണ് അവൾ. അവന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും മൂത്രം പോകാതെ നീരുവെട്ടി വേദനിക്കുന്നത് കണ്ട ഈ 60-ാം കാലത്തിലും എനിക്കും ചിലപ്പോൾ അങ്ങനെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോകേണ്ടി വരും. വേറെ എന്തെടുത്തിട്ട് വിൽക്കും ഇവിടെ. ക്രിസ്തുവിന് 400 വർഷം മുമ്പുള്ള ചരിത്രം, കാശിന് വിലയില്ലാത്ത ചരിത്രം. ഷിബ്ദേ ബാബു, എന്താ ഈ നേരത്ത്? എത്രയും വേഗം നിന്നെ ഇവിടുന്ന് മാറ്റാനാണ് ഓർഡർ. മാറ്റാനോ? എവിടേക്ക്? ജയിലിലേക്ക്. ചേതന, വേഗം ആ കയറുമെടുത്തുകൊണ്ട് എന്നോടൊപ്പം വരൂ. ബാബു, അവള് ചെറിയ കുട്ടിയാണ്. അവൾക്ക് തനിയെ ചെയ്യാൻ സാധിക്കുമോ? അത് നേരത്തെ ചിന്തിക്കണമായിരുന്നു ഗൃഥാത. ആണുങ്ങൾ മാത്രമുള്ള ആലിപ്പൂർ ജയിലിലേക്ക് ഇവിടെ അയക്കുന്നത്? അതോർത്ത് വിഷമിക്കേണ്ട ഗൃഥാത. ജയിലിൽ അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പുതരാം. വേഗം വരൂ ചേതന. അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം. നിൽക്ക് ഒരു നിമിഷം മോളെ. ഈ ചന്ദനത്തിന് കത്തിച്ച് പ്രാർത്ഥിക്ക്. ഈ മദ്യം നമ്മുടെ പിതാമഹന്മാരെ ധ്യാനിച്ച് 3 വട്ടം തെറിപ്പിക്കും. ദൈവാനുഗ്രഹിക്കട്ടെ. ചേതന, ഐജി ബാബു എത്തിയിട്ടുണ്ട്. അയാളോട് നീ അതും ഇതും പറയാനൊന്നും നിൽക്കണ്ട.
ഒരു വല്ലാത്ത മനുഷ്യനാ. എന്തായാലും വാ, തൂക്കുമരം പരിശോധിക്കണം. എന്താ ഇതിൽ കുടുക്കിട്ടില്ലല്ലോ? കൃത്യം നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമേ കുടുക്കിടാറുള്ളൂ ഐ ജി ബാബു. ഈ മണച്ചാക്കിന്റെ തൂക്കം ഒരു 75 കിലോയിൽ കൂടുതലുണ്ടാവും സാബ്. ഈ കയറിന്റെ ഭാരം എത്ര വരും? 3.2 കിലോ. എങ്ങനെ അറിയാം ഇത്ര കൃത്യമായിട്ട്? പരിചയം സാബ്, കണ്ടും കേട്ടുമുള്ള പരിചയം. നീ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നു. 770 പേരാണ് നേരിൽ കാണാൻ അനുവാദം വാങ്ങിച്ചിട്ടുള്ളത്. മറ്റന്നാൾ രാവിലെ 4:30 കൃത്യം നടക്കുന്നതുവരെ ഇവിടെ നിർത്താനാണ് മുകളിൽ നിന്നുള്ള ഡയറക്ഷൻ. ചേതന, യതീന്ദ്രനാഥ് ബാനർജിയുടെ സഹോദരൻ രാഷ്ട്രപതിക്ക് സമർപ്പിച്ച ദയാഹർജിയിന്മേലുള്ള തീരുമാനം ഉടനെ വരും. ഇത്തവണ ഇത് മാറ്റിവെക്കൂ? ഇല്ല, അതിനൊരു സാധ്യതയുമില്ല. അതെ, ഇല്ല. അയാളിൽ മരണലക്ഷണം കാണുന്നുണ്ട്. കഴുത്ത് നീല നിറമായിരിക്കുന്നു. ഷിബ്ബേ ബാബു, എന്താ? 3-ാം നമ്പർ സെല്ലിൽ എന്തുണ്ടായി? എന്തിനാണ് അയാൾ നിലവിളിക്കുന്നത്? ദയാഹർജി വീണ്ടും തള്ളി. അവന്റെ റേഡിയോയിൽ ഇപ്പോഴും വാർത്ത തുടരുകയാണ്. അപ്പോൾ നാളെ രാവിലെ കൃത്യം 4:30 മണിക്ക് യതീന്ദ്രനാഥ ബാനർജി തൂക്കിലേറ്റപ്പെടും. അയാൾ ഇപ്പോഴും കരയുകയാണോ? അയാൾ പൂജ ചെയ്യുകയാണ്. ചേതന, ഇതാ പ്രസാദമാണ്. ഈ റേഡിയോ ഇനി എനിക്ക് വേണ്ട. ചേതന ഇത് വെച്ചോളൂ. വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജയിലിലായി. അതിൽ പിന്നെ എന്റെ ഭാര്യയോടൊത്ത് ഞാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സ്ത്രീയെ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നതിന്റെ സന്തോഷം എനിക്കിപ്പോൾ ഓർമ്മയേയില്ല. ചേതന, നിനക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? അങ്ങനെ അങ്ങനെ. യതീന്ദ്രബാബു, നിങ്ങൾ കരയുകയാണോ? നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്ത ചൂടുണ്ടല്ലോ. നിങ്ങളുടെ കഴുത്തും വല്ലാതെ പിടയ്ക്കുന്നുണ്ട്. അതൊരു കുടിക്കിന് വേണ്ടി യാചിക്കുന്നത് പോലെ. ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാം. എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു. ഇതായതി ഗ്ലൂക്കോസ് വെള്ളമാണ്, കുടിച്ചോളൂ. ക്ഷീണമുണ്ടോ? ഇല്ല ബാബു, ചേതനയെ ഇവിടെ തന്നെ ഇരുത്തണം. എനിക്കവളെ കണ്ടുകൊണ്ടേയിരിക്കണം. എടാ വിഡ്ഢി, അവള് നിന്നെ കൊല്ലാമെന്നവളാ. എന്നാലെന്ത്, നല്ല ഭംഗിയല്ലേ ഇവളെ കാണാൻ. ചേതന, എന്റെ കയ്യും കാലും നീ കെട്ടുമ്പോൾ സൂക്ഷിക്കണം. മുറുക്കി കെട്ടരുത്. കാറ്റും വെളിച്ചവും തട്ടാതെ എന്റെ തൊലി വളരെ ലോലമായി പോയി. ഒരുപാട് മുറുക്കിയാൽ അത് മുറിച്ച് ചോര വരും. എന്താ, ചേതനയ്ക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല. എന്റെ വീട്ടിൽ നിന്ന് ഇനി ആരും വരികയില്ല. നീ തന്നെയാണ് എന്റെ ബന്ധുവും ശത്രുവും. എന്തൊരു തമാശ അല്ലേ ചേതന? ചേതന, നീ ഇവിടെ ഇരിക്കാൻ പോവാണോ? അതെ, പുലർച്ചെ 2 മണിക്ക് ഉണരണം. 4:30 കൃത്യം. ഉറങ്ങിപ്പോകരുത്. കൃത്യം 2 മണിക്ക് ബെല്ല് മുഴങ്ങും. അതിന് ഞാൻ ഉറങ്ങുന്നില്ല ബാബു. ചേതന, എന്താണ് ചിന്തിക്കുന്നത്? പേടിയുണ്ടോ നിനക്ക്? ഇല്ല. നോക്ക്,
തൂക്കുമരത്തിന് താഴെ നിലവറപ്പലകയുടെ വെളുത്ത വൃത്തത്തിനുള്ളിൽ അതാ അയാൾ നിൽക്കുകയാണ്. ചേതന, ഇതാ കയറ്. ഇനി എല്ലാം ഒരു നിമിഷം കൊണ്ട് വേണം. വേഗം. യതി ബാബു, മഴ ചാറുന്നുണ്ട്. ചാറ്റൽ മഴ. എന്റെ അവസാനത്തെ മഴ. നല്ല തണുപ്പുമുണ്ട്. ആരോ സംസാരിക്കുന്നത് കേൾക്കുന്നു. ആരാണത്? എന്റെ പിതാമഹന്മാർ, ഒരുപക്ഷെ നിങ്ങളുടെയും. നീ എന്തിനാണ് എന്റെ കൈകൾ കൂട്ടിക്കെട്ടുന്നത്? സ്വതന്ത്രവും നിവർന്നതുമായ കൈപ്പത്തി ഒരു വലിയ ആയുധമാണ്. നീ എന്റെ കാലുകളും കെട്ടുകയാണോ? പാദങ്ങൾ ആത്മാവിന്റെ വാഹനങ്ങളുടെ ചക്രങ്ങളാണ്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ യാത്ര തടസ്സപ്പെടും. ചേതന, മുഖംമൂടി അണിയിക്കൂ. ഇനി ഈ മുഖംമൂടി കൊണ്ട് മുഖം മറയ്ക്കാൻ പോവുകയാണ് ബാബു. നിങ്ങളുടെ കണ്ണുകളിൽ ഭയത്തേക്കാളേറെ സഹതാപം നിറയുന്നു. അത്രയ്ക്ക് സഹതാപം തോന്നാൻ മാത്രം ദൈന്യം എന്റെ കണ്ണുകളിലുണ്ടോ? ദാദാ, തുമ്മി ആമേ ക്ഷമാക്കുരോ. എന്നോട് ക്ഷമിക്കൂ. ചേതന, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. തുമാർ ഭാലോ ഭോബേ. യഥിത. ചേതന, വെരി ഗുഡ്, പെർഫെക്റ്റ്. ഒരു പെൺകുട്ടിയായി നീ ആണുങ്ങളുടെ കടയ്ക്കൽ കത്തിവച്ചിരിക്കുകയാണ്. ബോഡി എടുക്കാൻ ആരെങ്കിലും വന്നോ? അവന്റെ അനുജൻ വന്നിട്ടുണ്ട്. പക്ഷേ ബോഡി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അയാളുടെ ശരീരം എനിക്ക് തരൂ ശുഭ്ദേവ് ബാബു. അതൊക്കെ ഗവൺമെന്റ് നോക്കിക്കോളും. അയാളുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ അലയരുത്. അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ ഓഫീസിലേക്ക് വരൂ. നിനക്ക് പണം വേണ്ടേ? അയാൾ എന്നെ വീണ്ടും വഞ്ചിച്ചു. വെറും 20 സെക്കൻഡ് കൊണ്ട് ഒരു പുരുഷനെ പരലോകത്തെത്തിച്ച എന്നെ അയാൾ ആർക്കൊക്കെയോ ചില നോട്ടുകൾ സമ്മാനിച്ച് വീണ്ടും സ്റ്റുഡിയോയിലെത്തിച്ചു. ന്യൂസ് എന്നാൽ എന്റർടൈൻമെന്റ് കൂടിയാക്കാമെന്ന് തെളിയിച്ചത് സഞ്ജീവ് കുമാർ മിത്രയാണ്. കൺഗ്രാറ്റുലേഷൻസ് ചേതന. സംഭവം ക്ലിക്കായി. ചേതന ഇപ്പോൾ ഒരു വലിയ സംഭവമായി. സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു വലിയ റോൾ മോഡലാണ് നിങ്ങൾ. ഇത് ഞാൻ ചേതനയെ സന്തോഷിപ്പിക്കാൻ പറയുകയല്ല. ഇന്നലെയും ഇന്നുമായിട്ട് തൂക്കിക്കൊല അനുകരിച്ച് 11 കുട്ടികൾ മരിച്ചു. ദാറ്റ് മീൻസ് തൂക്കിക്കൊലയ്ക്ക് അത്രമേൽ ഇമ്പാക്ട് ജനഹൃദയങ്ങളിൽ ചെലുത്താൻ സാധിച്ചിരിക്കുന്നു. ഏതായാലും കല്യാണം കഴിയാതിരുന്നത് ഭാഗ്യമായി. മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞേനെ. വേഗം റെഡിയാവ്, ഷോ തുടങ്ങാൻ സമയമായി. യതീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷ നടപ്പാക്കിക്കഴിഞ്ഞു. ചേതന ഗൃഥ മല്ലിക് എന്ന ഈ ആരാച്ചാർ ചരിത്രം തിരുത്തിക്കുറിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഇതൊരു തൂക്കുമരമാണ്. ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ പണി കഴിപ്പിച്ചതാണ്. എങ്ങനെയാണ് തൂക്കിക്കൊല നടപ്പിലാക്കിയതെന്ന് ചേതന പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരാൻ പോവുകയാണ്. ചേതന, വരൂ. ഈ തൂക്കുമരത്തിനടുത്തേക്ക് വരൂ. ഇതാ കയർ. ഇദ്ദേഹത്തിന്റെ കഴുത്തിലാണ് കുടുക്കിടേണ്ടത്. എന്റെ ഉള്ളിൽ നിന്ന് മുടിയഴിച്ചിട്ട് പൂർണ്ണ നഗ്നയായ ഒരുവൾ ചാടിയിറങ്ങി. അവൾ എന്നെ തള്ളിയിട്ട് കയർ പിടിച്ചു വാങ്ങി. അവൾ ശക്തയായിരുന്നു. അവൾ കത്തുന്ന കാട് പോലെ പൊള്ളി. എന്റെ കോശങ്ങൾ ഉരുകി. ശിരസിൽ നിന്ന് 1000 സർപ്പങ്ങൾ പല വഴി പാഞ്ഞു. ഇതിന്റെ നീളം ശരിയല്ല. ഈ കുടുക്ക് ഇദ്ദേഹത്തിന് പാകമല്ല. സഞ്ജീവ് കുമാർ മിത്ര, ഇങ്ങോട്ട് വരൂ. ഈ കയറിന് നിങ്ങളാണ് ചേരുക. ഞാനോ? ശരി, എന്റെ കഴുത്തിൽ തന്നെ കുടുക്കിട്ടോളൂ. അല്പം കൂടി മുന്നോട്ട് വരൂ. മുന്നോട്ട്. എന്താ, ഭയമുണ്ടോ? ഹേയ്. നിങ്ങളുടെ മുഖത്തു നിന്നും ഞാൻ ഈ കണ്ണട എടുത്തു മാറ്റുന്നു. ഈ ടൈയും ഞാൻ അഴിച്ചെടുക്കുന്നു. ഒരിക്കലെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് അനുഭവിക്കണം. ഈ ടൈ കൊണ്ട് നിങ്ങളുടെ കൈകൾ പിന്നിൽ വെച്ച് കെട്ടുകയാണ്. നിങ്ങളുടെ കഴുത്ത് ഇതാ
ഇവിടെയാണ് കുടുക്കുമുറുകുന്ന സ്ഥലം. വെർട്ടിബ്ര ഒടിയണം. 20 സെക്കൻഡ് സമയം. ഇതാ ഒരു വരണമാല്യം പോലെ ഈ കയറിന്റെ കുടുക്ക് ഞാൻ നിങ്ങളുടെ കഴുത്തിൽ അണിയിക്കുകയാണ്. ഭയക്കരുത്, ഭയക്കരുത് സഞ്ജീവ് കുമാർ മിത്ര. ഭയക്കാൻ യാതൊന്നുമില്ല. മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നീലപ്പൂക്കൾ നിറഞ്ഞ അപരാജിത വള്ളി എന്റെ സിരകളിൽ പൊട്ടിമുളച്ചു പടർന്നു. അയാളുടെ കണ്ണുകളിൽ ഭയവും എന്റെ മനസ്സിൽ പ്രണയവും നിറഞ്ഞു. ഞാൻ സാവധാനം കുടുക്കുമുറുക്കി. മിന്നൽ വേഗത്തിൽ കയറിന്റെ മറ്റേ തുമ്പും വലിച്ചു. മാട്ടർ മാനുഷ്. പ്രണയത്തിന്റെയും മരണത്തിന്റെയും മണ്ണിന്റെയും പേരിൽ എന്റെ നാമവും ജീവിതവും ഭാരതത്തിലും മുഴുവൻ ലോകത്തിലും ഞാൻ അനശ്വരമാക്കി. ഞാൻ ഭവിഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. जोड़ी तोड़ाक्षुने के बुनाश तो भी एकल चलो रे. ആരാച്ചാർ കെ.ആർ. മീരയുടെ നോവലിന്റെ നാടകരൂപം സമാപിക്കുന്നു. റേഡിയോ രൂപം അനിൽ ജനാർദ്ദനൻ. സംവിധാനം എൻ വാസുദേവ്. സംഗീതം ബി.ആർ. ബിജുറാം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഫണിഭൂഷൺ ഗൃഥ മല്ലിക് ലാൽ, സഞ്ജീവ് കുമാർ മിത്ര ഗോവിന്ദ് പത്മസൂര്യ, ചേതന ഗൃഥ മല്ലിക് എസ് ദേവി, അമ്മ സോന നായർ, ധാക്കുമ സി.ആർ. ആനന്ദവല്ലി, യതീന്ദ്രനാഥ ബാനർജി ആർ.സി. ഗോപാൽ, രാമുദ ശരത്, ശിവ്ദേവ് പ്രേംകുമാർ, ഐ.ജി. കൊല്ലം തുളസി, ത്രൈലോക്യദേവി മീന നെവിൽ, പ്രതിമ ഘോഷ് അടൂർ ആശാദേവി, സുഖ്ദേവ് ഗൃഥ മല്ലിക് പള്ളിപ്പുറം ജയകുമാർ, അമർത്യ ഘോഷിന്റെ അച്ഛൻ തൃപ്പാദപുരം രവി, കാക്കുമ ചന്ദ്രു നിർമ്മൽ. കൂടാതെ പറക്കോട് ഉണ്ണികൃഷ്ണൻ, എസ് രാജശേഖരൻ, മണികണ്ഠൻ മടവൂർ, രാകേഷ് എം.എസ്. സാങ്കേതിക സഹായം വി. സുരേഷ് കുമാർ. സംവിധാന സഹായം വി. എൻ. ദീപ, എം. നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.